السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. ഈ മഹത്തായ ഇൻസൈറ്റ് എക്സിബിഷന്റെ പഠന ക്യാമ്പിന്റെ സായം സന്ധ്യയോടടുത്ത് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവമായ ഒരു വിഷയത്തിന്റെ അഗാധമായ ചിന്തയുടെ ലോകത്തേക്കുള്ള പ്രവേശനമാണ്, ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഇൻസൈറ്റ് എക്സിബിഷന്റെ സംഘാടകരും ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം. അള്ളാഹുവിനെ അറിയുക എന്ന വളരെ ഗൗരവമായ പഠനങ്ങൾക്ക് വരേണ്ട ഒരു വിഷയമാണ് എനിക്കിവിടെ നിങ്ങളോട് സംസാരിക്കാൻ. 29-ാം തീയതി നമ്മൾ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നൊരു വിഷയം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് വേണ്ടി. പൊതുജനങ്ങൾ ഈ വിഷയത്തിൽ വരുമെങ്കിലും മുസ്ലിമീങ്ങളെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ കൂടുതൽ ഗൗരവമായി കാണേണ്ട ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർമാർ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്നാമതായി, പടച്ചതമ്പുരാൻ അതിശക്തമായ സംവിധാനങ്ങളാണ് ഈ മഹാപ്രപഞ്ചത്തിൽ അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് തുല്യമായി റക്അത്തുകളുള്ള 2 റക്അത്തുകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിലെ തക്ബീറത്തിന് ശേഷം 5 തക്ബീറുകളും ഉൾക്കൊള്ളുന്ന പെരുന്നാൾ നമസ്കാരത്തിന് സമാനമായി, എന്നാൽ ഇസ്തിഗ്ഫാറുകളുടെ അകമ്പടിയോടെ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഈ പ്രപഞ്ചം തന്നെ വളരെയേറെ ഗൗരവമായി, പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യരും ഗൗരവമായി കാണുന്ന ഗ്ലോബൽ വാർമിംഗ്. ഇപ്പൊ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ചൂടും സദസ്സിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ചൂടും രണ്ടും രണ്ടാണ്. നേർക്ക് സൂര്യൻ കണ്ണുകളിലേക്ക് ഉദിച്ച് അതിന്റെ കിരണങ്ങൾ ശരീരത്തെ മുഴുവനും തഴുകിത്തലോടി പോകുമ്പോ
എന്റെ വിഷയവുമായി അതിനെ ഞാൻ ബന്ധപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ അതിന്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ചൂട് വർദ്ധിക്കാനുള്ള കാരണം സൂര്യനിൽ ചൂട് വർദ്ധിച്ചതുകൊണ്ടാണോ? അതല്ല, സൂര്യന്റെ ചൂടിനെ ലഘൂകരിച്ച് നമുക്ക് ഭൂമിയിലേക്ക് നൽകുന്ന ഓസോൺ ലെയറിന് വല്ല പ്രശ്നവും ഉണ്ടായതാണ്? അല്ലാഹു സൂറത്ത് അംബിയായിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായ അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്കൻ വഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ഖുർആനിലെ 21-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. തുടർന്ന് അല്ലാഹു പറഞ്ഞു, ശക്തമായ ഒരു സുരക്ഷിതമായ മേൽക്കൂര. സുരക്ഷിതമായ മേൽക്കൂര എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അത് ഓസോൺ ലെയറിനെ കുറിച്ചാണ്. 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യന്റെ ശരീരത്തിൽ സ്കിന്നിൽ നേരിട്ട് പതിക്കാതിരിക്കാൻ അല്ലാഹു സംവിധാനിച്ച ഓസോൺ ലെയർ, അതാണ് സഖഫം മഹ്ഫൂള, സുരക്ഷിതമായ മേൽക്കൂര എന്ന് പറയുന്നത്. അത് നശിച്ചുകൊണ്ടേയിരിക്കും. CFC ആണ് അതിന് കാരണം. എന്ത് CFC? തിന്നുകയും കുടിക്കുകയും നല്ല ഡ്രസ്സ് ധരിക്കുകയും നല്ല കാറിൽ പോവുകയും എന്നുള്ളതല്ലാതെ എന്ത് CFC? CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതിലെ ഒരു ക്ലോറിൻ തന്മാത്രക്ക്, ഒരു ക്ലോറിൻ ആറ്റത്തിന് 1,00,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ ലഘുവായി പറയാം. ഒരു ക്ലോറിൻ ആറ്റത്തിന് 1,00,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന്. ഈ CFC എവിടുന്ന? AC-കളിൽ നിന്ന്, റെഫ്രിജറേറ്ററുകളിൽ നിന്ന് പുറത്തു പോകുന്ന CFC-യുടെ ആയുസ് എത്രയെന്നറിയും? 70 മുതൽ 140 കൊല്ലം വരെ അന്തരീക്ഷത്തിൽ CFC തങ്ങി നിൽക്കുന്നു എന്ന് മോഡേൺ സയൻസ്. 70 മുതൽ 140 കൊല്ലം വരെ ഒരു ക്ലോറിൻ ആറ്റം ഈ അന്തരീക്ഷത്തിൽ ആയുസോടുകൂടി ജീവിക്കുന്നു. മോഡേൺ സയൻസ് അനുസരിച്ച് ഏറിയാൽ 120 കൊല്ലമാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ആയുസ്. 120 കൊല്ലമാണ് ആധുനിക മനുഷ്യന്. ഞാൻ പറയുന്നത് 140 കൊല്ലത്തോളം പാലക്കാട് ജില്ലയിലാണ് 50-കൾ കഴിഞ്ഞിട്ടുള്ള ചൂട്. 48 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആള് ഡീഹൈഡ്രേഷൻ, മനുഷ്യ ശരീരത്തിൽ ജലാംശത്തിന്റെ കമ്മി വരും. 12% ജലാംശം കുറഞ്ഞ ആള് കാലിയായി പോകും. 82.4% മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ വാട്ടറാണ്. ലോകത്തെ മുഴുവനും വെള്ളം ചുറ്റി നിൽക്കുന്നു. മനുഷ്യ ശരീരം തന്നെ വെള്ളമാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. മോഡേൺ സയൻസ് കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കി ചൊവ്വേല് ജീവനുണ്ടോ? ഒറ്റ കാര്യം ആദ്യം പരിശോധിക്കേണ്ടത്, ചൊവ്വേല് വെള്ളമുണ്ടോ? എന്നാ ജീവനുണ്ടാവും. ചൊവ്വേല് ജീവനുണ്ടോ എന്നല്ല ആദ്യം പരിശോധിക്കേണ്ടത്, ചൊവ്വേല് വെള്ളമുണ്ടോ? വെള്ളമുണ്ടേ. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ഖുർആൻ നോക്കിയിട്ട് ചൊവ്വേ പോയാൽ. ഞാൻ പറയുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നില്ല വരുന്നത്. ഈ ശക്തമായ ചൂട് വർദ്ധിക്കുന്നതിന് കാരണം മനുഷ്യരുടെ പ്രവർത്തനമാണ്. അല്ലാഹു മനുഷ്യർക്ക് ആവശ്യമാണ്. 1000 കൊല്ലം അരിച്ചു തീർക്കാനുള്ള അരിപ്പയാണ് നമ്മുടെ കിഡ്നിയിൽ മാത്രം അല്ലാഹു സംവിധാനിച്ചത്. കിഡ്നി എന്ന അരിപ്പല്ലേ? 1000 കൊല്ലം. ഏതൊരു മനുഷ്യനും 28 കൊല്ലം ജീവിക്കുന്നവനും 1000 കൊല്ലം വർക്ക് ചെയ്താലും കേടുവരാത്ത കിഡ്നിയിലെ അരിപ്പ എന്തിനാ അല്ലാഹു 1000 കൊല്ലം തന്നത്? ഈ മനുഷ്യരുണ്ടല്ലോ, യൗകുലുന കമാ തൗകുലുൽ അൻആം, നാക്കാലികളെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്ത് യാതൊരു അഡ്രസ്സും ഇല്ലാത്തവൻ. ഓനെ 1000 കൊല്ലം കൊടുത്തിട്ടും കാര്യമല്ല, ഓനെ 5 കൊല്ലം കൊണ്ട് നശിപ്പിച്ചേണമെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് 1000 കൊല്ലം തന്നു. അതും കേടില്ല, അതും നശിക്കാന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യ. വലിയ നശീകരണ ശക്തിയാണ് ഈ മനുഷ്യൻ അർത്ഥം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 41-ാമത്തെ വചനം. എന്നിട്ട് ഖുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ. ഏറ്റവും വലിയ ദുൽമതാണ് ശിർക്ക്. ലോകത്തിലെ ഭൂമിയിലും കടലിലും കരയിലും മനുഷ്യർ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദുൽമതാണ്. അതാണ് തോണി മറിഞ്ഞിട്ട് അതിന്റെ പുറത്തിരിക്കുമ്പോൾ മൊയ്തീൻ ഷേഖെ കാക്കണേ എന്ന് പറയും. ആ കടലിലും കുഴപ്പത്തിലെ ഏറ്റവും വലിയ കുഴപ്പം ശിർക്കാണ്. അപ്പൊ ഈ ലോകത്ത് പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ള ഓസോൺ ലെയർ, അതിന് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കണു.
ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഓസോൺ ലെയർ നശിച്ചിരിക്കുന്നു. 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള കോസ്മിക് അൾട്രാ വയലറ്റ് രശ്മികൾ മനുഷ്യന്റെ സ്കിന്നിൽ പതിക്കുന്നു. വലിയ ദുരന്തമാണ്. താങ്ങാനാവില്ല, ചൂട് താങ്ങാനാവില്ല. അപ്പം മനുഷ്യന് ഈ ദുനിയാവിൽ ഫ്രണ്ടിലിട്ടിരിക്കുന്ന കസേരയെ പോലെ നമുക്ക് ഇരിക്കാൻ വയ്യ. അങ്ങനെയുള്ള നാം ഒരു കാര്യം വളരെ പ്രധാനമായി അറിയണം. ആ അല്ലാഹ് സൂര്യനെ സൃഷ്ടിച്ച അല്ലാഹ് 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെയും ആ സൂര്യന്റെ ചൂടിനെയും സംവിധാനിച്ച അല്ലാഹ് അതെങ്ങാനും അത് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു സൂചി നാമ്പ് താന്നാൽ കരിഞ്ഞു പോകും ഭൂമി. അതൊന്നും ഉയർന്നാൽ ഐസ് കട്ടയായി പോയത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായാൽ ഉണ്ടാവും എന്നറിയോ? വെള്ളം കുറയല്ല ചെയ്യുക, വെള്ളം വേറൊരു നിലക്ക് വർദ്ധിക്കും. അതെങ്ങനെയാ? മഞ്ഞ് മലകളെല്ലാം ഉരുകും, ഉരുകിയിട്ടത് കടലിലെത്തും. കടലിലെ ജലോപരിതലം വളരും, ഭൂമിയെ അത് വിഴുങ്ങും, കരകളൊക്കെ വെള്ളത്തിലായി പോകും. വലിയ ദുരന്തങ്ങളാണ് വരാനിരിക്കുന്നത്. തിന്നുകയും കുടിക്കുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിന് പകരം ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരാരെന്നറിയോ? കണ്ണ് കൊടുത്തു കണ്ടില്ല, കാതു കൊടുത്തു കേട്ടില്ല, ഹൃദയം കൊടുത്ത് ചിന്തിച്ചില്ല. ഖുർആനിലെ 8-ാം അധ്യായം 22-ാമത്തെ വചനം വളരെ വ്യക്തമാണ്. വളരെ ഗൗരവമായ പഠനം വരേണ്ടതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. പടച്ചോനും പടച്ചോന്റെ കുതിരത്തുകളും അവന്റെ അനുഗ്രഹങ്ങളും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത അനുഗ്രഹ റബ്ബ് നമുക്ക് തന്ന്. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? വളരെ ചുരുങ്ങിയ പടച്ചോന്റെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റിലെ ഒരു ഭാഗം. അള്ളാഹിനെ അറിയുന്നതുമായി അല്ല നൽകിയതല്ലാത്ത ഒന്നും. അള്ളാഹ്ക്ക് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തു ഇവിടെയുണ്ടോ? സൂറത്ത് ഹജ്ജിലെ 73 അല്ലെ അള്ളാഹു പറയാൻ 35-ാം അധ്യായം 13-ാമത്തെ വചനം. മാ യംലികൂന മിൻ കിത്മീർ യൂലിജുൽ ലൈല ഫിൽ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ الشمس والقمر كل يجري لأجل مسمى والذين تدعون من دونه ما يملكون من كتمير. രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവനല്ല. അല്ല ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ അനുഗ്രഹമായി രാവിങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നു. പകല് വരുന്നില്ല, 6 മണി വരുന്നില്ല, രാവിലല്ല, പകലില്ല, രാത്രി തുറന്നുകൊണ്ടേ പോകുന്നു. ആര് നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവരും? പകല് തുറന്നുകൊണ്ടേ പോകുന്നു. അതിശക്തമായ ചൂട്, ഇരുട്ടില്ല, രഹസ്യങ്ങളില്ല, എല്ലാം പരസ്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? അതുകൊണ്ടാണ് പ്രവാചകന്റെ കണ്ണുകൾ നനച്ചത്, താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകിയത്, ചുപ്പക്കുപ്പായത്തിലൂടെ കണ്ണുനീരൊഴുകിയത്. ആകാശഭൂമികളുടെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും രമിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ജീവിക്കുന്ന മനുഷ്യരോട് അറിയുക അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്തെ. അതിലേറെ പ്രാധാന്യമാണ് പടച്ച തമ്പുരാൻ നൽകിയ ഓരോ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചേ. കടലിൽ നിന്നാണല്ലോ മത്സ്യം പിടിക്കണത്, അല്ലേ? കടല് ഉപ്പ് ജലമാണ്, എല്ലാവർക്കും അറിയാം. നെല്ലിക്ക ഉപ്പിലിട്ട ഉപ്പിന്റെ ടേസ്റ്റ് എന്താ? 5 ദിവസം കൊണ്ട് ആ നെല്ലിക്കയുടെ ടേസ്റ്റ് ഉപ്പ് രുചിയാണ്. മാങ്ങയിട്ടാലും മുളകിട്ടാലും ഒക്കെ അതിൽ ഉപ്പ് കലരും. പക്ഷെ മത്സ്യത്തിൽ എന്തേ ഉപ്പ് കലരാത്തത്? ഉപ്പിലിട്ട് വെച്ച മത്സ്യം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഏതെങ്കിലും ഒരു മത്സ്യത്തിന് ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? എന്തേ ഇല്ലാത്തത്? മനുഷ്യന് കഴിക്കാനായത് അതിൽ ഉപ്പ് കലരാൻ പാടില്ല. അവൻ ഉപ്പ് ചേർക്കേണ്ടവന് ചേർക്കാം, ചേർക്കേണ്ടവന് ചേർക്കേണ്ടതില്ല. അപ്പിതം അല്ലാഹു കോടാനുകോടി മത്സ്യങ്ങളെ ഈ ഭൂമിയിൽ സംവിധാനിച്ചു. റസൂലുള്ളാഹി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിനോട്, ഉമർ ഇബ്നുൽ ഖത്താബിനോട്, അതെ അതുപോലെ തന്നെ ആ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ വെച്ച് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചാൽ വേർത്ത് മുങ്ങി കുളിച്ച് കൈത്തണ്ടകളിലൂടെ, കാലുകളിലൂടെ, കാൽത്തുടകളിലൂടെ വേർത്ത് ഒലിക്കുകയാണ് മനുഷ്യനെ. എവിടെങ്കിലും ഒരു കൈക്കോട്ടെടുത്ത് 5 മിനിറ്റ് തൂമ്പ കളച്ചാൽ നെറ്റിത്തടത്തിൽ നിന്ന് കുടുകുടാ വെള്ളം ഒഴുകുകയാണ്. താങ്ങാനാവണില്ല, തൊണ്ട വളരുകയാണ്. ഒരു ഗ്ലാസ് വെള്ളല്ലേ ഈ H2O? 2 ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ? ഹൈഡ്രജന്റെ പൊതുവെയുള്ള ഗുണം എന്താ? സ്വയം കത്തുക എന്നതാണ്. ഓക്സിജൻ ആകട്ടെ കത്താൻ സഹായിക്കുക. സ്വയം കത്തുന്ന ഹൈഡ്രജനിലേക്ക് കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ കൂടി ചേർന്ന് എന്തുണ്ടാവുക? എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ. പക്ഷേ വെള്ളമാണ് ഉണ്ടാകുന്നത്. വൈദൽ ബിഹാർ സുജിറത്, കടല് കത്തിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോ ജോസഫ് മറുക പറഞ്ഞു, പൊട്ടാ മുഹമ്മദേ, നഊദു ബില്ലാഹ്. അദ്ദേഹം പറയാണ്, കടല് അഗ്നിയെ അണക്കേണ്ടതാ വെള്ളം.
അഗ്നി അണക്കേണ്ടത് ആ വെള്ളം. ആ കടല് കത്തിക്കപ്പെടുമെന്ന് മുഹമ്മദിന്റെ ഖുർആനിലുണ്ട് എന്ന് ജോസഫ് ഇടമറുക. നാണക്കേടല്ലേ? ശാസ്ത്രലോകത്ത് നാണക്കേടല്ലേ? വെള്ളത്തിൽ നിന്നല്ലേ വൈദ്യുതി, സാഗരത്തിലല്ലേ തിരമാലകൾ പരസ്പരം കൂട്ടിമുട്ടിയാൽ സ്പാർക്കിംഗ് ഉണ്ടാകും, സ്ഫോടനങ്ങൾ ഉണ്ടാകും. H2 ആണിത്. ഈ വെള്ളം H2 ആണ്. 2 ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതിന്റെ ആ H2 എന്ന അനുപാതം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിയാൽ, അത് വേറൊരു അനുപാതത്തിലേക്ക് മാറിയാൽ അഗ്നിസ്ഫുലിംഗങ്ങളായി മാറും, ജ്വാലകളായി മാറും. വൈദൽ ബിഹാറു സുജ്ജിറത്, വൈദൽ ബിഹാറു സുജ്ജിറത്, കടല് കത്തിക്കപ്പെടും എന്ന് പടച്ച തമ്പുരാൻ. ആഴക്കടലുകളിൽ പോയാൽ, അതല്ലെങ്കിൽ തിരമാലകളെ ശ്രദ്ധിച്ചാൽ കാണാം, തിരമാലകൾ കൂട്ടിയിടിക്കുന്നിടത്ത് തീജ്വാലകൾ ഉണ്ടാകും. കടലിൽ ചില സമയങ്ങളിൽ അഗ്നിജ്വാലകൾ ഉണ്ടാകും എന്ന് പറയും മോഡേൺ സയൻസ് പറയും. ഞാൻ പറയുന്നത് പടച്ചോന്റെ ഭൂമി, പടച്ചോന്റെ ആകാശം, പടച്ചോന്റെ അനുഗ്രഹം, ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. ആ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി, നന്ദിയുള്ള അടിമയാകാനാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്, അല്ലേ? അല്ലാഹുവിന് നന്ദി കാണിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ നഖം അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ നഖം എന്താ അത്ഭുതമായത്? ഇപ്പൊ നമ്മുടെ പല്ല് ഒരു നിശ്ചിത വളർച്ചയെത്തി അവിടെ നിൽക്കുകയാണ്. ആ കോശത്തോട് അല്ല പറയേണ്ടത് ഒരു നിശ്ചിത അളവ്. ആ കോശം മെസ്സേജ് എല്ലാ കോശങ്ങളും അതിന്റെ നിബന്ധനകൾ പാലിക്കുകയാണ്. ആ കോശം കൃത്യമായി പല്ല് വളരേണ്ട വിധത്തിൽ അത് വളർന്നു. അത് മുന്നോട്ടുണ്ടിയാലോ കൂടുതൽ വളർന്നാലോ അത് രാഗി മിനുക്കി കട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന് കമ്പിയിട്ട് കുടുക്കി അതിനെ ലെവൽ ചെയ്യുന്നു നമ്മൾ. അപ്പൊ എന്താ? പല്ലിന്റെ നിശ്ചിതമായ അളവിൽ അത് എത്തി നിൽക്കുകയാണ്. തുമ്പിക്കൈ വളരുന്ന പോലെ പല്ല് വളരുന്നില്ല. മേലോട്ടും തായോട്ടും വളരാനാണ് പല്ലിനോട് പറഞ്ഞിരുന്നതെങ്കിൽ, അതിന്റെ കോശത്തോട് പറഞ്ഞിരുന്നതെങ്കിൽ വാതുറക്കാൻ കഴിയില്ല, മഹാബോറായിരിക്കും, കാണാനൊരു സൗന്ദര്യം ഉണ്ടാവില്ല. അവളുടെ പല്ലിനെന്തൊരു സൗന്ദര്യം, അവന്റെ പല്ലിനെന്തൊരു സൗന്ദര്യം എന്ന് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ നഖണ്ടല്ലോ, ഈ നഖങ്ങാനും ഈ വിരലിന്റെ വലുപ്പത്തിനൊത്ത് മാത്രം വളരുകയും ഇനി ഒരിക്കലും വളരാത്തതാവുകയും ഒരിക്കൽ പോയാൽ പിന്നെ വരാത്തതാവുകയും ചെയ്തിരുന്നുവെങ്കിൽ പേന പിടിക്കാൻ കഴിയില്ലായിരുന്നു മനുഷ്യരെ. എന്തിനധികം നൈൽ കട്ടർ കൊണ്ടൊരൽപ്പം കയറ്റി നഖം കട്ട് ചെയ്താൽ പിന്നെ അന്നത്തെ 2 ദിവസം ആ വിരല് കൊണ്ട് പേന പിടിക്കാൻ പ്രയാസമായിരിക്കും. ആരെ ഇത് സംവിധാനിച്ചത്? പോലീസ് മുറയിൽ നഖത്തിനുള്ളിൽ സൂചി കയറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്താ കാരണം? ഇവിടെ പോലൊരു വേദന, അത് അപാരമാണ്, സഹിക്കാൻ കഴിയില്ല. ഇവിടെ പല്ലിന്റെ മോണയിൽ ഇഞ്ചക്ഷൻ ചെയ്യും, അതും സഹിക്കാം. പക്ഷെ ഇതിനുള്ളിലൊന്ന് സൂചി കുത്തി നോക്ക്. ഇവിടെ അല്ലാഹു ഇത് സംവിധാനിച്ചു. ഇത് കട്ട് ചെയ്യും തോറും വളരുന്നു. മാത്രമല്ല ഇവിടുന്ന് ഇങ്ങോട്ടില്ല, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അതേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നിടത്ത് അഹ്സനു തഖ്വീമായി അല്ല മനുഷ്യനെ സംവിധാനിച്ചു. ലോകത്താർക്കും ചിന്തിക്കാം, ഏത് ഹിന്ദുവിനും, ഏത് ക്രിസ്ത്യാനിക്കും, ഏത് ജൈനനും, ഏത് ബൗദ്ധനും, ഏത് നിരീശ്വരവാദിക്കും, ഏത് അലംഭാവത്തോടു കൂടി ജീവിക്കുന്നവനും ഈ ഭൂമി തന്നെ അത്ഭുതങ്ങളുടെ കല പറയാണ്. നിങ്ങളുടെ ശരീരമാകട്ടെ അത്ഭുതങ്ങളുടെ കല പറയാൻ നോക്ക്. എല്ലാം അല്ലാഹു ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നസബിയ ബനാന ബലാ ഖാദിരീന അലാ അൻ നസബിയ ബനാന. ഫിംഗർ പ്രിന്റ്, ദൈവത്തിന്റെ സ്വന്തം വിരലടയാളം. അതെന്താ? ഏത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും മനുഷ്യന്റെ വിരലടയാളം. ഒരാൾക്കും ഒരാളെ പോലെ ഈ ഫിംഗർ പ്രിന്റ് അല്ല കൊടുത്തിട്ടില്ല. 714 കോടി ആളുകളുടെ വിരലടയാളവും വ്യത്യസ്തം. പഞ്ചാബിലോ പാകിസ്ഥാനിലോ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുന്നിൻ ചെരുവിലെ ഒരു ചെറ്റക്കുടിലിൽ ഏതോ ഒരു പെണ്ണിനൊരു കുഞ്ഞു ജനിക്കുമ്പോ അള്ളാഹ്ക്ക് കൺഫ്യൂഷൻ ഇല്ല. അവന്റെ വിരലടയാളം വ്യത്യാസപ്പെടുത്തണമെന്നതിൽ മറ്റൊരാളെ പോലെ, മാധവന്റെ വിരലടയാളം പോലെ, ആയിഷക്കുട്ടിയുടെ വിരലടയാളം പോലെ എവിടെയോ ജീവിക്കുന്ന സുമതിയുടെ വിരലടയാളത്തിന് സാമ്യതകളില്ല. മക്കാ മുശ്രിക്കുകൾ, പരലോക നിഷേധികൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ ശ്മശാനത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ എല്ലെടുത്ത് അത് കയ്യിലിട്ടിങ്ങനെ നുരുമ്പിപ്പൊടിച്ച് മുഹമ്മദ് നബിയുടെ മുഖത്തേക്ക് വെച്ച് ഫും ഫും എന്ന് പറഞ്ഞ് ഊതിവിട്ടിട്ടൊരൊറ്റ ചോദ്യം, മുഹമ്മദേ, ഈ എല്ല് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണോ പറയുന്നത്? മുഹമ്മദേ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ
വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമാ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മാ ഇലാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. മനുഷ്യരെ, നിങ്ങൾ നുരുമ്പിയ എല്ലുകളായതിനു ശേഷം നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. നിങ്ങളുടെ വിരലടയാളങ്ങൾ പോലും വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ഒരാളെ പോലെ വിരലടയാളില്ല. അറിയണം, 5 പ്രധാനമായ സവിശേഷ മനുഷ്യ ബോഡിയെ കുറിച്ച് നാം അറിയണം. എന്റെ ഹെയർ സ്റ്റൈൽ, എന്റെ മുടി, നമ്മുടെ ഒക്കെ മുടി, ആണുങ്ങളുടെ മുഴുവൻ മുടിയും പിന്നെ നമ്മള് ചുരണ്ടിയെടുത്ത് തലമുണ്ടനം ചെയ്ത് ഈ പന്തലിന്റെ ഉയരത്തിൽ മുടി ഇങ്ങനെ കൂട്ടിയിട്ടെന്ന് വിചാരിച്ചോ? മലപ്പുറം ജില്ലയിലെ മുഴുവൻ പുരുഷന്മാരുടെ മുടിയും മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടാൽ അതിൽ നിന്ന് മുജാഹിദ് ബാദ്ശാന്റെ മുടി വേറെ തന്നെ എടുക്കാൻ കഴിയും. ഒരാളുടെ മുടിയും എന്റെ മുടി പോലെയില്ല. കുഞ്ഞമ്മദിന്റെ മുടി കുഞ്ഞബ്ദുള്ളനെ പോലെയില്ല. കുഞ്ഞബ്ദുള്ളന്റെ മുടി അബ്ദുൽ ഖാദറിനെ പോലെയില്ല. ഇല്ല, ഒരാളുടെ മുടിയും മറ്റൊരാൾക്കില്ല. എല്ലാവരുടെ മുടിയും വ്യത്യസ്തമാണ്. ബാർബർ ഷോപ്പിൽ കൂട്ടിയിട്ട മുടി ഇതാരതാന്ന് നിനക്ക് തിരിച്ചറിയണോ? എളുപ്പമാണ്. മോഡേൺ സയൻസിന്റെ കയ്യിലും കൊടുത്താൽ മതി. ഇതാര മുടിയാ? ഇനി എല്ലാരും മനസ്സിലായിക്കോളൂ. ഇതാ ഈ നാവില്ലേ, വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ എന്ന് സൂറത്ത് പലത് പറഞ്ഞേ. ഈ നാവിലെ സ്വാദുമുകളങ്ങളിലെ ടേസ്റ്റി, അതെന്താ സംഭവം? ആ സ്വാദുമുകളങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ വായിലെ സ്വാദുമുകളങ്ങൾക്ക് തുല്യമായി ഒരു സ്വാദുമുകളവും ലോകത്ത് 714 കോടി മനുഷ്യർക്കില്ല. എല്ലാവരുടെ സ്വാദുമുകളങ്ങളും എല്ലാവരുടെ ഉമിനീരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അമേരിക്ക സദാം ഹുസൈനെ തിരിച്ചറിഞ്ഞു. ഇത് സദാം ഹുസൈനാന്ന് കണ്ടപ്പോ തിരിഞ്ഞില്ല, ഒരു ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുന്നിടത്ത്. പിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞത്? സദാം ഹുസൈന്റെ ഉമിനീര് ടെസ്റ്റ് എടുത്തപ്പോൾ സദാം ഹുസൈൻ. അത് കുഞ്ഞബ്ദുള്ളയല്ല, കുഞ്ഞിക്കാദറല്ല, അത് അമേരിക്കന്റെ പ്രസിഡന്റ് അല്ല, വേറൊരാളല്ല, അത് സദാം ഹുസൈൻ തന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പൊ എല്ലാവരുടെ ഉമിനീരും വ്യത്യസ്തമാണ്. 3, എല്ലാവരുടെ ശരീരത്തിന്റെ ഗന്ധവും വ്യത്യസ്തമാണ്. 4, അല്ലേ? ആലോചിച്ചു നോക്കണം. എല്ലാവരുടെ ശരീരത്തിന്റെ ഗന്ധവും വ്യത്യസ്തമാണ്. ഒരു ഭാര്യയുടെ അടുത്ത് ഭർത്താവല്ലാത്തൊരു പുരുഷൻ കയറിക്കിടന്ന അപ്പവൊക്കെ എഫക്ട് ചെയ്യും. നിന്റെ ഭർത്താവിന്റെ ബോഡിയുടെ ഗന്ധമല്ല. അങ്ങനെ എല്ലാവരുടെ ശരീരത്തിന്റെ ഗന്ധവും വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചോൻ. 5ാമതൊരു കാര്യം കൂടി, കണ്ണിന്റെ കൃഷ്ണമണി വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചോൻ. കണ്ണിന്റെ കൃഷ്ണമണി അനുസരിച്ച് നമുക്ക് ഡോറിന്റെ ലോക്ക് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പൊ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി അനുസരിച്ച് ലോക്ക് ഡിസൈൻ ചെയ്താൽ ഞാൻ ചെന്നിട്ട് നോക്കണം, അപ്പോഴേ തുറക്കൂ. അല്ലാതെ വേറൊരു ബഷീർ എന്നിട്ട് ഉണ്ടക്കണ്ണ് ഇരുത്തിയാൽ ഓടാർന്ന് തുറക്കൂല. അപ്പൊ ഇങ്ങനെ കണ്ണിനും വ്യത്യസ്തത. അദ്ദാരിയാത്തിലെ 20-21 വചനങ്ങൾ. മനുഷ്യ ശരീരത്തിന്റെ നിങ്ങൾ നോക്ക്, നമ്മുടെ 2 കൈകളിലേതാ ഇവിടെ 3 പൾസ്, ഇവിടെ 6, അങ്ങനെ 2 കൈകളിലും ഓരോന്ന്. ഒന്ന് പാൻക്രിയാസിലേക്കാണ്, ഒന്ന് തലച്ചോറിലേക്കാണ്, ഒന്ന് നട്ടെല്ലുമായി കണക്റ്റഡാണ്. വളരെ പാരമ്പര്യമായ പഠനങ്ങൾ നടത്തിയവർക്കറിയാം ഇതെല്ലാം അല്ലാഹു സംവിധാനിച്ചത്. ഏതൊന്നും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരാളുടെ ആന്തരിക അവയവങ്ങളുടെ രോഗം കണ്ടെത്താൻ അയാളെ പള്ള കീറണം, കിഡ്നി കീറണം എന്നൊരവസ്ഥയായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഒരു ബ്ലഡ് എടുത്ത്, ഒരേ കുപ്പി ബ്ലഡ് എടുത്ത്, അല്ല ഒരു ബോട്ടിൽ ബ്ലഡ് എടുത്ത് ലാബിൽ കൊണ്ടുപോയാൽ എന്തെല്ലാം തകരാറുകളുണ്ടെന്ന് ആ ബ്ലഡിൽ രേഖപ്പെടുത്തിയതാര്? മനുഷ്യനെ സഹായിച്ചതാര്? അത്ഭുതമേ ഈ പ്രപഞ്ച സംവിധാനം, അല്ലാഹുവിന്റെ അത്ഭുതം. അതെ, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അതെ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും മംബാതൻ അഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ. ഖുർആനിലെ 2-ാം അധ്യായം 28-ാമത്തെ വചനം, ഖുർആനിലെ 30-ാം അധ്യായം 30-ാമത്തെ വചനം. അല്ലാഹയാണ് എല്ലാം ചെയ്തത്. ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവൻ നൽകിയ അനുഗ്രഹം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ത്? വൈദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനം. അല്ലാഹ് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആരും അത് ഓർക്കാറില്ല. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും ഇല്ലാ പാട്ടുണ്ട്. ഇല്ല ആയില്ല. ആരോഗ്യം തന്നില്ലേ, കണ്ണ് തന്നില്ലേ, നടക്കാനുള്ള ശേഷി തന്നില്ലേ, റോഡരികിൽ വീട് തന്നില്ലേ, എന്താ നിനക്ക് വേണ്ടത്? ആണും പെണ്ണും ഇടകലർന്ന് തന്നില്ലേ, പഠിച്ചവരുണ്ടായില്ലേ, സൗന്ദര്യം തന്നില്ലേ? ഏതാ എണ്ണിയ ഒടുങ്ങ? അല്ലാഹുവിന്റെ അനുഗ്രഹം എണ്ണിയാൽ ഒടുങ്ങില്ല മനുഷ്യരെ. അതുകൊണ്ട്
സുലൈമാൻ നബിയെ പോലെ പറ, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഹാദാ മിൻ ഫളിൽ റബ്ബി. ആരാ ഇത് പറയുന്നത്? അഹങ്കരിക്കാൻ ഏറെ അവസരമുണ്ടായ സുലൈമാൻ നബിയുടെ വാക്ക്. എന്താ കാരണം? അങ്ങ് റോഡിൽ ഇറങ്ങി നിൽക്കണ്ട, വീടിന്റെ മുറ്റത്തിറങ്ങിയാൽ കാറ്റ് പറത്തി കൊണ്ടുപോയിക്കോളും. ഈ കോട്ടക്കലിന്റെ ഇൻസൈറ്റിന്റെ ഉപരിതലത്തിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറന്നു പോകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ അത് ഇന്നിന്റെ ലോകത്ത്? അന്ന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി മുറ്റത്തിറങ്ങിയാൽ എവിടെയാണോ, ഏത് സ്പോട്ടിലാണോ, കോഴിക്കോടിന്റെ പാളയം മൊയ്തീൻ മസ്ജിദിന്റെ പരിസരത്താണോ, അവിടെ എത്തും ഒരു മനുഷ്യനെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമല്ലേ? അത് നൽകപ്പെട്ടില്ലേ? ഉറുമ്പുകൾ ഇങ്ങനെ സംഘം ചേർന്ന് യാത്ര ചെയ്യുമ്പോ സുലൈമാൻ നബിയും സംഘം വന്നപ്പോ ഉറുമ്പ് സംസാരിച്ചില്ലേ? സുലൈമാൻ നബിയും സംഘം വരുന്നുണ്ട്, മാറി സഞ്ചരിച്ചോളൂ, അവർ ചവിട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. അത് കേട്ട് പുഞ്ചിരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം, നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ? ഉറുമ്പിന്റെ ഭാഷ, ഉറുമ്പിന് ഭാഷയുണ്ട്. ഉറുമ്പ് നിങ്ങളെ പോലെയുള്ള ഒരു സമൂഹമാണ്. സൂറത്തുൻ നംൽ 20-ാം അധ്യായം അത്ഭുതമാണ്. ഈ വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. മിറാക്കിൾ ഓഫ് മിറാക്കിളാണ്. ആ ഉറുമ്പുമായി സുലൈമാൻ നബി സംസാരിച്ചില്ലേ? പക്ഷിയുമായി സുലൈമാൻ നബി സംസാരിച്ചില്ലേ? 2 മാസം വഴി ദൂരമുള്ള സിംഹാസനം കണ്ണിമ വട്ടി തുറക്കുമ്പോ അവിടെയല്ലേ 20-ാം അധ്യായം 40-ാമത്തെ വചനം എന്ത് പറഞ്ഞത്? ഹാദാ ഹാദാ മിൻ ഫളിൽ റബ്ബി. അത് ആത്മാർത്ഥമായി പറയാൻ കഴിയണം. വെറും വാക്കല്ല, ചുണ്ടുകളിലല്ല, അധരങ്ങളിലല്ല, ഹൃദയത്തിന്റെ കൃത്തടങ്ങളിൽ കൊത്തിവെക്കാൻ സാധിക്കണം. ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇതെന്റെ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിനു വേണ്ടി? എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന്. അതാണ് നന്ദിയുള്ള അടിമയാവുക. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ, ഒരു നല്ല അടിമയാകാൻ അല്ലാഹു നമ്മളെ ക്ഷണിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് നാം ഓർത്താൽ നമുക്ക് നോക്കൂ. വൈദ ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ആ ലുഖ്മാനൽ ഹകീമിനോട് അദ്ദേഹത്തിന് നാം തത്വജ്ഞാനം നൽകി, നന്ദി കാണിക്കാൻ പറഞ്ഞു. ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല, അവന്റെ രക്ഷപ്പെടലിന് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാഉ വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ സദഖ ചെയ്യുന്നത്. അങ്ങനെ അള്ളാനെ മാത്രം മനസ്സിൽ കണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അതുകൊണ്ടല്ലേ സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനം ഇങ്ങനെയായത്? എന്ത്? സൂറത്ത് ബയ്യിനയിൽ അല്ലാഹു പറയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിനെ നിഷ്കളങ്കമായ കീഴ്വണക്കമാക്കി അള്ളാനെ ആരാധിക്കാനാ അവരോട് കൽപ്പിക്കപ്പെട്ടത്. ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ അറിയുമ്പോൾ നമ്മൾ ഏറെ അറിയേണ്ടത് അള്ളാഹു ഏറെ കാരുണ്യവാനാണെന്ന് നമ്മൾ അറിയണം. പടച്ചതമ്പുരാനേറെ കാരുണ്യവാനാണ്. 99 പേരെ കൊന്ന് 100ാമത്തവനെ തികച്ചവനോടും കാരുണ്യം കാണിച്ചു പടച്ചതമ്പുരാൻ. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചൊരിയുന്ന പടച്ചതമ്പുരാൻ അർറഹമുർ റഹീമീനായ റബ്ബ്. അവന്റെ കാരുണ്യത്തെ കുറിച്ച് ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് സംസാരിച്ചത്. കണക്കാക്കാനാവാത്ത ഭൂമിയിൽ അവൻ ചെയ്ത അനുഗ്രഹം. ഒരു കടലിൽ നിന്നൊരു പക്ഷി അതിന്റെ കൊക്കിൽ കൊത്തിയെടുക്കുന്ന വെള്ളമുണ്ടോ, അതെത്ര നിസാരമാണോ അത്രയല്ലേ ഭൂമിയിലെ മുഴുവൻ അനുഗ്രഹങ്ങളും. ഒരു മാതാവ് കുഞ്ഞിനോട്, പക്ഷികൾ കുഞ്ഞിനോട് ഒരു തള്ളയാട് കാല് പൊക്കി അതിന്റെ കുളമ്പ് തട്ടാതിരിക്കാൻ അതിന്റെ കാല് പൊക്കി വെച്ചു കൊടുക്കുന്നുണ്ടല്ലേ കുഞ്ഞിന്. റസൂലുള്ളാഹി പറയാണ്, ആ കാരുണ്യം പോലും അല്ലാഹുവിന്റെ കാരുണ്യത്തിലെ 100% പിന്നെ അല്ലാഹുവിന്റെ 99 കാരുണ്യം എവിടേക്കാ മാറ്റിവെച്ചത്? അതങ്ങ് പരലോകത്താണ്. അവന്റെ അടിമകൾക്ക്, അവന് വഴിപ്പെട്ടവർക്ക്, അവന്റെ അടിമകൾക്ക്, അവന്റെ ഇബാദുർ റഹ്മാന് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا
عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. 25 അധ്യായം 63 മുതൽ 68 74 വരെ 9 ഗുണങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ അടിമകൾ. ആ ഗുണങ്ങളുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ ആ സ്വർഗ്ഗലോകം, അതിനുവേണ്ടി പണിയെടുക്കാൻ ആഹ്ലാദങ്ങൾക്കപ്പുറത്ത്, തിമർപ്പുകൾക്കപ്പുറത്ത്, ചിരികൾക്കപ്പുറത്ത് മിഅ്റാജിന്റെ രാത്രിയിൽ നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി നമ്മളെ പഠിപ്പിച്ച കാതലായ ഒരു കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും നിങ്ങൾ കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, കരയാനാണ് ഒരു വിശ്വാസിക്ക് കൂടുതൽ. അല്ലാഹനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, പടച്ചോനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, പടച്ചോൻ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, അങ്ങനെ ഒരു കണ്ണുണ്ടോ? അതേ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം. അതിൽ അവസാനത്തെ ആളാരാ? അല്ലാഹനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ആളുകൾ അല്ലേ? പടച്ചോനെ കുറിച്ചോർത്ത്, ബാപ്പ മരിച്ചതോർത്ത് കരഞ്ഞിട്ടുണ്ട്, ഉമ്മ മരിച്ചതോർത്ത് കരഞ്ഞിട്ടുണ്ട്, ആരോ കൂട്ടുകാരൻ പറ്റിച്ചതോർത്ത് കരഞ്ഞിട്ടുണ്ട്, ആ പരിഹസിച്ചതോർത്ത് കരഞ്ഞിട്ടുണ്ട്, ആക്ഷേപമോർത്ത് കരഞ്ഞിട്ടുണ്ട്, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തുണ്ടാക്കിയ പള്ളിയിൽ നിന്ന് ഇത് ഞങ്ങളുടെ ലട്ടപ്പാട് ഞങ്ങളുടെ കയ്യിൽ ഇറങ്ങടാ എന്ന് പറയുമ്പോ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാഹനെ കുറിച്ചോർത്ത് കരയാൻ, പടച്ചോൻ ചെയ്ത അനുഗ്രഹത്തെ കുറിച്ചോർത്ത് കരയാൻ, അവന്റെ ശിക്ഷയെ കുറിച്ചോർത്ത് കരയാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, അബൂ ഹുറൈറയെ പോലെ, അബൂ ദർ അൽ ഗഫാരിയെ പോലെ അല്ലാഹനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകൾ എവിടെ? അത്തരം യുവാക്കൾ എവിടെ? അത്തരം യുവതികൾ എവിടെ എന്ന ചോദ്യമാണ് ഇൻസൈറ്റ് എക്സിബിഷന്റെ ഇന്നത്തെ അവസാന ദിനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന നാം അല്ലാഹ് നൽകിയ അനുഗ്രഹത്തിന്, അതേ അല്ലാഹ് പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായി സൃഷ്ടിച്ച ഈ മനുഷ്യന് ഒരു തകരാറുണ്ട്. അതെന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അവൻ എന്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അതിനവൻ സാക്ഷിയാണ്. വഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് ധനത്തോട് അതികഠിനമായ ഹുബ്ബ്. എന്താണ്? ലൈസൽ ഗിനാ കസറത്തുൽ അർദ് വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, മനസ്സിന്റെ സമാധാനമാണ് ഐശ്വര്യം എന്ന തിരിച്ചറിവ്. സമ്പത്തിന്റെ അഭിവൃദ്ധിയല്ല, മറിച്ച് അങ്ങേയറ്റത്തെ മനസ്സിന്റെ അഭിവൃദ്ധി ഉണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ. മക്കളെ കുറിച്ചോർക്കുമ്പോ, ഭാര്യയെ കുറിച്ചോർക്കുമ്പോ, ഭർത്താവിനെ കുറിച്ചോർക്കുമ്പോ, മാതാപിതാക്കളെ കുറിച്ചോർക്കുമ്പോ, ഇബാദത്തിനെ കുറിച്ചോർക്കുമ്പോ, കർമ്മങ്ങളെ കുറിച്ചോർക്കുമ്പോ ആ മനുഷ്യനുണ്ടാകുന്ന സമാധാനമില്ലേ? വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, ആ മനസ്സിന്റെ സമാധാനം. അതുകൊണ്ടല്ലേ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, വിശുദ്ധ ഖുർആൻ 26 അധ്യായം 88 89 വചനങ്ങൾ. സന്താനങ്ങൾ ഉപകരിക്കാത്ത, സമ്പത്ത് ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹനെ കണ്ടുമുട്ടുന്നുവോ. നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ പ്രബോധനത്തിന്റെ ലക്ഷ്യം അതാണ്. ഇവിടുത്തെ ചാർട്ടുകൾ വായിച്ച് ഓരോരുത്തർ പിരിയുമ്പോഴും അവരുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി 2000-ഓളം ആളുകൾ വന്ന് അതിലധികവും അമുസ്ലിങ്ങളായി കയറിയിറങ്ങുമ്പോ യഥാർത്ഥമായ ദൈവിക മതം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആകാശത്തിന്റെ അനന്തതയിൽ വെട്ടിത്തിളക്കുന്ന സൂര്യന്റെ കിരണങ്ങളെ സാക്ഷി നിർത്തി നമുക്ക് പറയാൻ കഴിയും, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്, ആ അല്ലാഹയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. ആ അല്ലാഹനെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ അല്ലാഹുവിൽ നിന്ന് അവന്റെ അടിമകളുടെ പോലീസുകളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആധുനിക മനുഷ്യർ പതറിപ്പോകുന്ന അനവധി ഘടകങ്ങളെ കുറിച്ച് മൗലികമായി ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. സഹോദരങ്ങളെ, 2005 നവംബർ 25 തീയതി മാതൃഭൂമിയുടെ പത്രത്തിലെ 2ാം പേജിൽ ഒരു വാർത്ത വരികയാണ്. എന്താ വാർത്ത? 2005 നവംബർ 25, ആ 25-ാം തീയതി പത്രത്തിന്റെ 2ാം പേജിൽ വരികയാണ്. എന്താ? അങ്ങ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിൽ ജസീറ എന്ന് പറയുന്ന കുട്ടിക്ക് ബഷീർ എന്ന പിതാവ് ഇരട്ട തുലാഭാരം നടത്തുകയാണ്. ഇരട്ട തുലാഭാരം നടത്തുകയാണ്. ആരാ തുലാഭാരം നടത്തുന്നത്? ബഷീർ എന്ന് പേരുള്ള മുസ്ലിം നാമധാരി. ആർക്കാ തുലാഭാരം? സ്വന്തം മകൾക്കാ. എന്തേ കാരണം? രോഗം വന്നതുകൊണ്ടാണ്. മകൾക്ക് ചുരുങ്ങിയൊരു കാലം, ഒരു 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന രോഗം വന്നിട്ട് ബഷീറിന്റെ ഈമാൻ, ബഷീറിന്റെ തവക്കുൽ തെറ്റിപ്പോവുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്
വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹി യതവക്കലൂൻ. 8-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഒരു വിശ്വാസിയുടെ 3 ഗുണം. അല്ലാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അവന്റെ മനസ്സ് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമാകും. സൂറത്ത് റഅദ് 13-ാം അധ്യായം 28-ാമത്തെ വചനം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിങ്ങളെ ഓർക്കും. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. സൂറത്ത് ബഖറ 152-ാമത്തെ വചനം. അതെ, അല്ലാഹു പറയുന്നത് ഇൻ തൻസുറുക്കും അല്ലാഹു യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. പക്ഷേ ക്ഷമിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല. ഇന്നല്ലാഹ മഅസ് സാബിരീൻ. സൂറത്ത് ബഖറ 152-ാമത്തെ വചനം. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ട് അതിന് കഴിയാത്തൊരു ജനത. സൂറത്ത് ബഖറ 43-ാമത്തെ വചനം. എവിടെയാണ് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശിർ സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്ത് ബഖറ 155-156 വചനങ്ങൾ. നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കൂല എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ആമിന, ഖദീജ, ആയിഷ ഓർത്തോ, നീ എന്തോർത്തോ, നീ പറയണം. മാത്രമാണോ? സ്വർഗത്തിൽ വീട് കിട്ടുന്ന 10 വിഭാഗം ആളുകൾ. അതിലൊന്നാരാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിലൊന്നാരാ? മകന്റെ മരണം കേട്ടു. നിങ്ങളുടെ മകൻ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾക്കാണത്രേ ബൈത്തുൽ ഹംദ്. മലക്കുകളോട് അല്ലാഹു വിളിച്ചു പറയുന്ന എന്റെ ആ അടിമക്ക് സ്വന്തം മകന്റെ മരണ വാർത്ത കേട്ടപ്പോ അൽഹംദുലില്ലാഹ്. നമ്മൾ തച്ചുല്ലേ വാപ്പാന? സ്വന്തം മോന്റെ മരണ വാർത്ത കേട്ടിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് കാക്ക അടിച്ച് പല്ലിയാണ് വെച്ചത് എന്ന് നമ്മൾ പറയില്ലേ? എന്നാ കേട്ടോളി, ദീനതല്ല. സ്വന്തം മകന്റെ മരണ വാർത്ത കേട്ട് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു പിതാവ് പറഞ്ഞാൽ അല്ലാഹു വിളിച്ചു പറയുമത്രേ, ആ പിതാവിന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്ക്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്. കള്ളം പറയാത്ത ഹബീബുനാ റസൂലുള്ളാഹ്. ഇസ്ലാം അതാ. ഇസ്ലാം തവക്കുലാണ്. തവക്കുലാണ് തൗഹീദ്. തവക്കുലാണ് മനുഷ്യരെ തൗഹീദ്. ആ തൗഹീദ് ഇല്ലാത്തവരെ നമുക്ക് കാണാം. തൗഹീദ് 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 എന്ന് നാവ് കൊണ്ട് പറയുകയും മുതലാളിയായി ഞാനിനി എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച് അല്ലാഹുവിനെ അറിയുക എന്ന് പുസ്തകം എഴുതിയിട്ട് മാത്രം കാര്യമില്ല. അല്ലാഹു ഉണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി അല്ല ഇല്ല അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. എന്റെ ഉപജീവനം മുതലാളിയുടെ കയ്യിലല്ല. എന്റെ ഉപജീവനം ആ സ്കൂളിലല്ല. എന്റെ ഉപജീവനം ഗവൺമെന്റ് ഓഫീസിലല്ല. എന്റെ ഉപജീവനം എന്റെ റബ്ബ് കണക്കാക്കി എന്നെ സൃഷ്ടിക്കുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്ന് വിശ്വസിക്കുന്നവനാ വിശ്വാസി. ഞാൻ 60 കൊല്ലം ജീവിക്കുന്നുവെങ്കിൽ ഖുർആനാ പറയുന്നത്. അതാ തവക്കുൽ. 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 6-ാമത്തെ വചനം 17-ാം അധ്യായം വായിക്കും. അവിടങ്ങളിലെല്ലാം അല്ലാഹു പറയാ ഉപജീവനം അല്ലാഹു കണക്കാക്കി. അതെ, മഹാനായ ആദം അലൈഹിസ്സലാം ചോദിച്ചില്ലേ ആ ചോദ്യം? ഇത് അല്ലാഹു എന്നെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ തീരുമാനിച്ച കാര്യത്തിൽ മൂസാ നീ ഞാനുമായി തർക്കിക്കുകയാണോ? സഹിയായ ഹദീസാണ്. മൂസാ അല്ലാഹു എന്നെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പ് എന്റെ റബ്ബ് തീരുമാനിച്ച കാര്യത്തിൽ നീ എന്നോട് തർക്കിക്കുകയാണോ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിച്ചില്ലേ, നബിയേ എന്റെ റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ച കാര്യത്തിൽ ഇവരെന്നെ ചോദ്യം ചെയ്യുന്നു നബിയേ. ആ തവക്കുൽ എവിടുന്നാ കിട്ടുക? കേട്ടോ, പറഞ്ഞു തരാം. മഹാനായ പ്രവാചകന്മാരുടെ ചരിത്രം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ 25 അവിടെ എന്താ ഇരട്ട തുലാഭാരം നടത്തിയ ആർക്കാ? ജസീറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക്. ആര്? ബഷീർ എന്ന് പറയുന്ന സഹോദരൻ. എവിടെ? എവിടെ? ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നടയിൽ. എവിടെ? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നടയിൽ. തീർന്നില്ല. വടക്കാഞ്ചേരിയിലെ പള്ളി പ്രസിഡന്റായ അഹമ്മദാജി ഗുരുവായൂർ തുലാഭാരം നടത്തി 15 വർഷം കുട്ടികളില്ലാത്തതിന്റെ നൊമ്പരം. കുട്ടികളെ കിട്ടിയോ? കിട്ടി. നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ആ തിരിഞ്ഞെടുത്തേക്ക് അല്ലാഹു തിരിച്ചു കുട്ടികളെ അല്ലേ? തീർന്നു. ചേന്നര, മലപ്പുറം ജില്ലയിലെ ചേന്നര അബൂബക്കറാജിയറി ഗുരുവായൂർ തുലാഭാരം നടത്തി. വിശ്വാസിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഅലാ റബ്ബിഹി യതവക്കലൂൻ. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടവന്റെ അവസ്ഥ ഇത് ആണോ? പടച്ചോനിൽ തവക്കുൽ ചെയ്യേണ്ട വിശ്വാസിയെ ഇത് ആണോ? എന്തിനധികം
എന്തിനധികം കപടന്മാരായ തൗഹീദി വക്താക്കളില്ലേ നമ്മുടെ ലോകത്ത്? കപടന്മാരായ തൗഹീദി വക്താക്കൾ ക്രിസ്തുമസിനെ ഞാൻ പുൽക്കൂട് വെച്ച് യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചില്ല, എന്റെ കച്ചവടം പോകുന്നു വിചാരിക്കുന്ന സ്റ്റേറ്റ് നേതാക്കന്മാരില്ലേ? അല്ലേ? ഞാൻ തൊട്ട് കാണിച്ചു നിങ്ങൾക്ക്. തൗഹീദിന്റെ വലിയ വാചാലത പറയുന്ന ആളുകൾ ബാക്കിയുള്ള പേരിൽ ശിർക്ക് ആരോപിക്കുന്നവർ അല്ലെ? നിലവിളക്ക് വരെ കൊടുത്തവരില്ലേ? ക്ഷേത്രത്തിൽ തേങ്ങ ഉറഞ്ഞൊടിച്ചവരില്ലേ? ശിർക്കിന്റെ കേന്ദ്രത്തിൽ വരിസംഖ്യ കൊടുക്കുന്നവരില്ലേ? നിങ്ങളൊരു തൗഹീദ് പറഞ്ഞു നടക്കുക. തവക്കുലില്ലായിട്ടാ, പേടിച്ചിട്ടാ. ഞാനതിന് കൊടുത്തില്ലേ, ഓലെന്താക്കും? പേടിയാണ്. ശിർക്കിന്റെ ചിഹ്നങ്ങളോട് രാജിയാവുക. എന്നിട്ട് ആ വ്യക്തികൾ നമ്മളോട് പറയാ, ജി അല്ലാത്തവരോട് നേർക്കുണ്ട്. മനസ്സിലാക്കണം നിങ്ങളെ, ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പേരോട് പറഞ്ഞുതരും. ഇപ്പോഴല്ല, ആവശ്യം വന്നാൽ എണ്ണി ഞെട്ടിപ്പോവും നിങ്ങൾ. മനസ്സിലായോ? നിലവിളക്ക് കൊളുത്തിയ നേതാക്കന്മാര് തവക്കുൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലേറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യം, രോഗം വന്ന് 2 മാസം അല്ലെ 2 ആഴ്ച കഴിയുമ്പോഴേക്കന്നെ നമുക്കൊക്കെ മടുക്കും. അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയോ വിചാരിക്കും. ഞാൻ പറയണേ, ശരിക്കും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കാണ് തവക്കുൽ ഏറ്റവും കുറവ് ലോകത്ത്. കാരണം നിങ്ങളുടെ കാരുണ്യം നിങ്ങളെ മറികടക്കുമ്പോൾ ഒരു കുട്ടിക്ക് രോഗം വന്നാൽ അയൽവാസികൾ വന്നിട്ട് പറയും, എന്റെ കുഞ്ഞാമിൻ നിങ്ങൾ മുജാഹിദ് തന്നെ, നിങ്ങൾ സമസ്ത ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരും അറിയില്ല, നിങ്ങൾ എന്റെ കാറിലെടുക്കും. ഇന്ന് തങ്ങളെടുത്തേക്കാണ് പോണത്. എത്ര അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പലയിടത്തും. അതിൽ പെട്ടുപോവുകയാണ്, അറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. 6-ാം അധ്യായം 82-ാമത്തെ വചനമാണ്. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്തുകയും ചെയ്താൽ, ദുൽമ കലരാതെ ആര് സൂക്ഷിച്ചോ അവർക്ക് അവിടെ നിർഭയത്വം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, വല്ല ദുൽമും ചെയ്യാത്തോൽ ആരോ ഭൂമിയിൽ ഉണ്ടാവുമോ? അപ്പൊ എന്താ അവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശം? ഇന്ന ശിർക ലദുൽമുൻ നദീം. ഇതിലേറെ രസകരമായ ഒരു പോയിന്റ് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാലേ, അയ്യൂബ് നബി അലൈഹിസ്സലാം, ഞാൻ എപ്പോഴും ആലോചിക്കാറില്ല, 2 പോയിന്റ് അങ്ങനെ മുമ്പിൽ പറയുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം, നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം, മാരകമായ രോഗം, കണ്ണിന്റെ കൃഷ്ണമണി ഒഴികെ മറ്റെല്ലാ ഭാഗത്തും എന്ന് കാണാം ചരിത്രത്തിലൊക്കെ. ചൊറി പിടിച്ച് കുമിളകളുണ്ടായി, അത് പൊട്ടി നീരൊലിച്ച് ചലമൊലിച്ച് ദുർഗന്ധമമിക്കുന്ന അവസ്ഥാവിശേഷം വരെ. ബൈബിളിലൊക്കെ പറയുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ നല്ല മുടിയുള്ള സ്ത്രീയായിരുന്നു, നീളമേറിയ കാർക്കൂന്തലുള്ള ഒരു സ്ത്രീയായിരുന്നു അവര് വീട്ടു ജോലിക്ക് പോയി കിട്ടുന്നോണ്ടാണ് അത്രേ അവർ 2 പേരും ജീവിച്ചിരുന്നത്. അത്ര വരെ അങ്ങനെ വീട്ടു ജോലിക്ക് പോയി പണിയില്ലാതെ തിരിച്ചു മടങ്ങും ഒരാള് പറഞ്ഞത്രേ, മനോഹരമാണ് നിങ്ങളുടെ മുടി, നീണ്ട ഈ മുടി കട്ട് ചെയ്ത് തന്നാൽ ഞാൻ ഇത്ര വേതനം തരാം എന്ന് വരെ. എന്നിട്ട് ഒരു മുടി കട്ട് ചെയ്തു, അത് കൊടുത്തു. അന്ന് വീട്ടിലേക്ക് കയറി വന്നപ്പോ അയ്യൂബ് നബി ആകെ ബേജാറായി. കാരണം വ്യഭിചരിച്ചവർക്ക് നാട്ടു നടപ്പനുസരിച്ച് കിട്ടുന്ന ശിക്ഷയാണ് തലമുണ്ടനം. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയോ എന്ന് വരെ ഈ രംഗം വിശദീകരിക്കുന്നിടത്ത് കാണാം. ആധികാരികത എത്ര കണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന അത്ര വരെ പരീക്ഷിക്കപ്പെട്ടപ്പോഴും മനസ്സിലായില്ലേ? അവര് ചോദിച്ചു പോയി, നിങ്ങൾ അല്ലാണ്ട് റസൂലായിട്ട് അതാ നിന്നെ 100 അടി അടിക്കും. അത് പിന്നീട് 100 വടി ഒന്നിച്ചു കെട്ടി അടിച്ചതെല്ലാം ഇതിലൊക്കെ ചുരുക്കി പറയാം. ആ സമയത്ത് ഒരു വ്യാഴവട്ടക്കാലം, നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലം, ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട്, ഉപ്പമാരോട് അള്ളാഹ്ക്കൊരു തീരുമാനം, ഒരു നിശ്ചിത കാലയളവ് രോഗം തരം പടച്ചോ തീരുമാനിക്കും. ഇനി കേട്ടോളൂ, പാപമുക്തരായിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണങ്ങളായി ണ്ടേയിരിക്കുന്ന മകൾക്ക്, അത് കഴിഞ്ഞ് മകന് രോഗം, അപ്പോഴേക്ക് ഭാര്യക്ക് രോഗം, അപ്പോഴേക്ക് വല്യമ്മക്ക് രോഗം, അപ്പോഴേക്ക് നാത്തൂന് രോഗം. ഇങ്ങനെ ഒരു അള്ളാന്റെ റസൂലിന്റെ വാക്ക് തന്നെ എന്താണ്? ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പരീക്ഷണം ഉണ്ടാവും അള്ളാഹ് ഉറപ്പിക്കാൻ. ഉണ്ടായേക്കാം, ചിലർക്കൊക്കെ തന്നേക്കാം എന്നല്ല. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അശദ്ദുൽ ബല ആർക്കാ നബിയേന്ന്? അമ്പിയാക്കൾക്കാണ്. പിന്നെ ആർക്കാ നബിയെ? ആ അമ്പിയാക്കളുടെ റൂട്ട് ഏറ്റവും അനുധാവനം ചെയ്തവർക്കാണ്. ചില ആളുകൾ പറയും, കണ്ടോ ഇന്ന് ആളുകൾക്കൊക്കെ അപകടം പറ്റി, അപ്പൊ ഏത് ജിന്നിനെയും വിളിച്ച് ആലോചിക്കണം. എന്റെ അള്ളാഹു
പരീക്ഷണം കൂടുതൽ നൽകുന്നുണ്ടോ? അത് അള്ളാന്റെ ഇഷ്ടദാസന്മാർക്കാണ്. ബേജാറാകണ്ട. മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ അവന്റെ വ്യത, അവന്റെ ആകുലത, അവന്റെ കഷ്ടപ്പാടുകൾ, അവന്റെ നൊമ്പരങ്ങൾ എത്രത്തോളം ഒരു കാല് കല്ലിൽ വെച്ച് കുത്തിയാൽ, ഒരു നേരിയ മുള്ളവന്റെ കാലിൽ തെറിച്ചാൽ അതവന് പാപം പൊറുച്ചു കൊടുക്കാൻ കാരണമാവും. ഒരു വിശ്വാസിയുടെ താടി നിരച്ചാൽ ആ നിര പോലും പാപം പൊറുക്കാൻ കാരണമാകുമെന്ന് ഇമാം അഹമ്മദ് ആ റിപ്പോർട്ട് ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ഇവിടെ ഇമാം മഹാനായ അമാനമലയുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഹദീസൊക്കെ കാണാം. ഒരു 100 താടി നരച്ചാൽ 100 പാപം പൊറുക്കുന്ന, 100 പദവികൾ ഉയർത്തപ്പെടുന്ന ഇമാം അഹമ്മദ്. ഒരു വിശ്വാസിക്ക് പുണ്യത്തിന്റെ പൂക്കാലമാണ് അവന്റെ ലൈഫ്. ബേജാറാകണ്ട, പേടിക്കണ്ട, നമ്പരപ്പെടണ്ട. എന്റെ റബ്ബ് തീരുമാനിച്ച ഇത് അതാ വൈദാ മരിത്തു ഫവയശ്ഫീൻ, എനിക്ക് രോഗം വരുന്നത് അതെന്റെ കാരണമുണ്ടാ, ശിഫ നൽകുന്നതല്ലയാ, ശിഫ നൽകുന്നതല്ലയാ. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനല്ലയാ. ആ അല്ലാഹനോടാ നമ്മൾ പറയുന്നത് അൻത ഷാഫി, പടച്ചോനെ ഇല്ലാ ശിഫാഉക ലാ ശിഫാ ഇല്ലാ യുഗാദിറു സഖമ. അല്ലാഹ് നീ അല്ലാതെ ശിഫ നൽകുന്ന ഒരാളില്ല. നിന്നിൽ നിന്നാണ് അല്ലാഹ് ശാന്തി, നിന്നിലേക്കാണ് അല്ലാഹ് ശാന്തി. അങ്ങനെ എല്ലാം അല്ലാഹുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ താളുകളിലൂടെ നീളം അല്ലാഹന്റെ മഹാത്മ്യമാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹ് എനിക്ക് നീ 5 മക്കളെ തന്നല്ല. അല്ലാഹുവേ അതിൽ 2 നീ തിരിച്ചെടുത്തു അല്ല, അത് നീ തന്നതാണല്ല, നീ തന്നതാണ്. എന്റെ ഒരു കുട്ടി വികലാംഗനാണല്ല, അല്ലാ എന്റെ ഒരു മോൻ മന്ദബുദ്ധിയാണല്ല, അത് നീ തന്നതാണല്ല. ഞാൻ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നു അല്ല, നീ തരുന്നതെന്തും ഖൈറാണല്ല. അതിന്റെ അവസാനം അറിയുന്നവൻ നീയാണല്ല, അതിന്റെ ഇതിവൃത്തം അറിയുന്നവൻ നീയാണല്ല, അതിന്റെ മധ്യഭാഗം അറിയുന്നവൻ നീയാണല്ല, അതിന്റെ എല്ലാം അറിയുന്നവൻ നീയാണല്ല എന്ന് പറയാൻ ഓക്കെ. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. 21-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. 12 വർഷക്കാലം ലോകം നൽകി, സൗഭാഗ്യങ്ങൾ ചോർന്നുപോയി, എല്ലാം നൽകിയിട്ടും പറയുകയാണ് വഅൻത. പറയാൻ കഴിയോ? 2 മാസം തുടർച്ചയായിട്ട് രോഗം വന്ന പിന്നെ പടച്ചോനെ മറന്നു. അത് പറയുന്ന ഒരു ഖുർആനിക വചനം കേട്ടോ. അതെന്താ? الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. തീർന്നില്ല. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്. ومن الناس من يعبد الله على ما حرف, ഒരു ഓരത്ത് നിന്ന് അല്ലാഹനെ ആരാധിക്കുന്നവര്, ഒരു തെമ്പമലി. അതായത് ഈ സ്പീച്ച് സ്റ്റാൻഡിന്റെ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കും, എന്നിട്ട് ചെറുപ്പൊക്കെ അല്ലാഹനെ ആരാധിക്കും. പിന്നെയോ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ ഇൻകലബ അലാ വജീഹി, അവനവന്റെ മുഖം തിരിഞ്ഞു കളയും. എന്നിട്ടോ അല്ല പറയാണ് അവൻ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായാലോ അവൻ സന്തോഷിക്കും. സൂറത്ത് ഹജ്ജ് 11-ാമത്തെ വചനം, 89-ാം അധ്യായം 16-17 വചനങ്ങൾ. അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോ ഇതൊക്കെ എന്റെ റബ്ബ് ആദരിച്ചു എന്നും ദുഃഖങ്ങൾ ഉണ്ടാകും വിലപിക്കുകയും ചെയ്യുന്നവർ വിശ്വാസികളല്ല. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് മാ അസാബത്തി മിൻ മുസീബത്തിൻ. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദിൽ പറഞ്ഞത് എന്ത്? ഈ ഭൂമുഖത്ത് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ. അവസാന ഭാഗം എന്താ അവിടെ പറയുന്നത്? അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എന്താ അവിടെ പറഞ്ഞത്? ആദ്യം പറഞ്ഞെന്താ? എടോ മനുഷ്യ, ഈ ഭൂമിയിൽ ഒരു സുനാമിയും ഒരു കത്രീനയും ഒരു റീച്ചയും ഒരു ഭൂകമ്പവും ഒരു ചുഴലിക്കാറ്റും ഒരു സാൻ ഫ്രാൻസിസ്കോയും ഒരു ലതൂരും ഒന്നും ആവർത്തിക്കണില്ലടോ. എല്ലാം അല്ല രേഖപ്പെടുത്തിയിട്ടല്ല. ഒരു ഗ്ലോബൽ വാമിങ്ങും ഇല്ലടോ അല്ലയറിയാതെ. എല്ലാം അല്ല തന്നെ. നിന്റെ ശരീരത്തിൽ ഒരു ചൊറിപ്പാടുകളും ഇല്ലടോ അല്ലയറിയാതെ. നിനക്കൊരു രോഗവും ഇല്ലടോ അല്ലയറിയാതെ. നിന്റെ കിഡ്നി നിയന്ത്രിക്കപ്പെടുന്നത് അവിടെയാണല്ലോ. അതുകൊണ്ട് എന്നിട്ട് അല്ല പറയാണ് ഇതൊക്കെ അല്ല മുൻകൂട്ടി ഒരു കിതാബിൽ രേഖപ്പെടുത്തി. എന്തിനാ ആയിഷ, എന്തിനാ അമിന, എന്തിനാ ബഷീറെ ഇതൊക്കെ മുൻകൂട്ടി രേഖപ്പെടുത്തിയില്ല? എന്തിനാ അങ്ങനെ ചെയ്തത്? അല്ല പറയാണ് എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങൾ നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ, നിങ്ങൾ നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിരിക്കാൻ, നിങ്ങൾക്ക് സംഭവിച്ചതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ. അല്ലേ? വി.ഐ. ലെനിൻ, ലോകപ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ വി.ഐ. ലെനിന് വാതരോഗം വന്നു. ഒരു ഭാഗം ഡൗണായി പോയി. എന്നിട്ട് അദ്ദേഹം ജോസഫ് സ്റ്റാലിൻ എഴുതി. എന്താ? അലക്സാണ്ടർ ബക്കിന്റെ സ്വകാര്യ ഏടുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അലക്സാണ്ടർ ബക്കിന്റെ ഏടുകളിൽ നാം വായിക്കുന്ന ഹൃദയത്തിൽ തട്ടുന്ന ചില വായനകളിൽ ഒന്നാണ് വി.ഐ. ലെനിൻ. പടച്ചോനെ വെല്ലുവിളിച്ച വി.ഐ. ലെനിൻ വാതരോഗം എന്നൊരു ഭാഗം ഡൗണായപ്പോ
ജോസഫ് സ്റ്റാലിന് കത്തെഴുതുകയാണ്. സ്റ്റാലിൻ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിക്കൂല. നീ എന്റെ മുമ്പിൽ സൈനൈഡ് കൊണ്ടുവെക്കും. സൈനൈഡിന്റെ ഒരു പ്രത്യേകം എന്താ അറിയോ? നാവിലേക്ക് അതിന്റെ ടേസ്റ്റ് തട്ടണ്ട, അപ്പ കലിയും, അപ്പ കഴിഞ്ഞ്. എന്റെ മുമ്പിൽ നീ അത്ര ഈമാനാണ്. എന്തിന്? നമ്മുടെ KEN കുഞ്ഞാമ്മ, ഞാൻ അദ്ദേഹമായിട്ട് ഈയിടെ 3 മണിക്കൂർ ട്രെയിനിൽ വെച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ലേഖനത്തെ പറ്റി. KEN കുഞ്ഞമ്മദ് പറയാണ് അദ്ദേഹത്തിന്റെ മകനെ ആക്സിഡന്റ് പറ്റി. KEN കുഞ്ഞമ്മദിന്റെ മോനെ ആക്സിഡന്റ് പറ്റിയിട്ട് മൂപ്പരെ പോലെ തന്നെ നിരീശ്വരവാദികളുണ്ട്. മൂപ്പരെ കൂട്ടുകാര് ഒരിങ്ങനെ വരും, അണ്ണവായികളായി തൊള്ളയിലൊക്കെ ഇളുത്തും, എന്നിട്ടാണ് പോകും. ഏത് കാരണം? എന്താ? നിങ്ങളെ മോനെ ആക്സിഡന്റ് പറ്റി, പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയോ ഈ ജാതികള്? പരലോകത്തിന് പുണ്യം കിട്ടും. ഇളിക്കുക, പോവുക. ആരെ എഴുതിയ? അദ്ദേഹം തന്നെ എഴുതിയ. എന്നിട്ട് അദ്ദേഹം പറയാണ്, മതവിശ്വാസികൾ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം. കാരണം അവരിന്റെ ഷോൾഡർ തട്ടിയിട്ട് പറയൂ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെ ചെക്കൻ രക്ഷപ്പെട്ടു. അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാ പിന്നെ KEN കുഞ്ഞമ്മയിന് അതനുസരിച്ച് ജീവിച്ചാൽ പോരെ? ആ ആശ്വാസം അത് എഴുതി ഇങ്ങനെ ബടായി വിട്ട് പൈസ ആകണോ? മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി എഴുതി, KT സൂഫി മാഷ മകൻ വെള്ളത്തിൽ വീണ് മരിച്ചു, വടകര എഴുത്തുകാരൻ. അപ്പോ ആ വീട്ടിൽ KEN കുഞ്ഞമ്മ ചെന്നൊരു കുഞ്ഞമ്മ എനിക്ക് എന്തോ ഒരു ജാളിയത, ഒരു ഉടുതുണി ഉരിഞ്ഞ പോലെ. ഞാൻ എന്താ സൂഫി മാഷോട് പറയാ, അള്ളാന്റെ വിധി പരലോകത്തിച്ച് മോനെ കാണാ, അവിടെ വനങ്ങൾ തുണീന്റെ വക്കത്ത് പിടിക്കും. ചെറിയ മക്കൾ മരിച്ചാൽ അങ്ങനെ തുണീന്റെ വക്കത്ത് പിടിക്കും എന്നൊക്കെ പറയാനുണ്ടോ? ഞാൻ തൊള്ളയിലൊക്കെ കുത്തിരിഞ്ഞു, എനിക്കൊന്നും പറയല്ല. ബാക്കിയുള്ളവർ വന്നിട്ട് സൂഫി മാഷ കെട്ടിപ്പിടിച്ചോ, പടച്ചോന്റെ അള്ളാന്റെ ഞാനിതൊക്കെ പ്രതീക്ഷയാണ് എന്നുള്ളൊരു ഇത് വിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ. ഈ തവക്കുല് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ എന്താ പറഞ്ഞു? എനിക്ക് അള്ളാഹ് മതി, ആ വലിയ അഗ്നികുണ്ഡത്തിൽ വരെ. അങ്ങനെ ഒരു ഈമാൻ നമുക്കുണ്ടാവും. മൂസാ നബി ചെങ്കടലെടുത്ത് അപ്പുറത്ത് ഫിറഔൻ. എങ്ങോട്ടാ മൂസ? അതാ ആകുലത. ഈമാൻ ശരിക്ക് കിട്ടാത്തവരുടെ ആകുലത മൂസാ നബി കാണിച്ചു തരും. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന തവക്കുലിലേക്ക്, ഈമാനിലേക്ക്, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, അങ്ങനെ പറയാൻ എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ റബ്ബ് മതി. അത്തരൊരവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തിയിട്ടുണ്ടോ? പ്രവാചകന്മാരുടെ പാരമ്പര്യതല്ലേ. എന്തിനധികം സ്വന്തം മക്കൾ നഷ്ടപ്പെടണോ? സ്വന്തം മോനെ കാണാനില്ല എന്നൊരവസ്ഥ വരിക. ഞാൻ ഓർക്കുകയാണ്, എന്റെ മകള് ആയിഷനെ പെട്ടെന്ന് കാണാനില്ല. ഭാര്യ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ഞാൻ പറഞ്ഞു സമാധാനി, എവിടെങ്കിലും ഉണ്ടാവും. അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോണ്ട് അവളെ അങ്ങനെ റോഡുമ്മ കയറി പോണ്. 2 വയസ്സാകുന്നേ ഉള്ളൂ. അവൾ എന്നെ തെരഞ്ഞു വന്നതാണ്, തറവാടിന്റെ അടുത്തേക്ക് വന്നാണ്. പക്ഷെ ആ ഒരു നിമിഷത്തിലെ വെപ്രാളം കണ്ടോ? അവിടെയാണ് നിങ്ങൾ നോക്കി, ജീവിതത്തിന്റെ എല്ലാമായ പൊന്നോമനപുത്രൻ യൂസഫ്, സൗന്ദര്യത്തിന്റെ നിറകുടം, സൗഭാഗ്യം. ബാപ്പാ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തു ലി സാജിദീൻ എന്ന് സ്വപ്നം കണ്ട മകൻ. ആ മകനാ സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം. ആ മകനെ കാണാനില്ലാത്ത മക്കളെ എന്തോ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കെന്താ? കാലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ, കാലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. പറയാൻ കഴിയോ ഉമ്മമാരെ? മുജാഹിദുകളായി, MGM ആയി, ISM ആയി, MSM ആയി പറയാൻ കഴിയോ? കാലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് പറയാൻ കഴിയോ? മോനെ നഷ്ടപ്പെട്ട് മക്കൾ കരഞ്ഞോണ്ട് അങ്ങനെ വരിക. അപ്പൊ പറയാം, മക്കളെ നിങ്ങളെ മനസ്സിൽ എന്തോന്ന് ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് എന്തോന്ന് ഭംഗിയായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. അടുത്ത വാചകം എന്താ? വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. ഞാൻ അല്ലാഹുവോട് പറയും, എന്റെ മനസ്സിന്റെ വേദന മുഴുവനും ഞാൻ എന്റെ റബ്ബിനോട് പറയും, അലൈസല്ലാഹു ബികാഫിൻ നബ്ദുഹു, അവന്റെ അടിമ പോലെ അവനെ. 39-ാമത്തെയും 36-ാമത്തെ വചനം. അല്ലാഹ് മതി ഏത് ഘട്ടത്തിലും. പടച്ചോന്റെ വിധി അല്ലേ? 6 കുട്ടികൾ അല്ലാഹ് തന്ന്. ടെറസിന്റെ മുകളിൽ ഒരു മകൻ വീണ് മരിച്ചപ്പോ എന്താ പറഞ്ഞത്? അല്ലാഹ് എനിക്ക് 6 കുട്ടികളെ തന്നു. അതിലൊരാളെ അല്ലാഹ് എടുത്തു. അല്ലാഹ് എനിക്ക് 4 അവയവം തന്നു. അതിലൊരു അവയവം എടുത്തു. പടച്ചോൻ തന്നതല്ലാത്ത എന്താ നമ്മുടെ കയ്യിലുള്ളത്? ആ അല്ലാഹനെ ശരിക്കറിഞ്ഞവനിൽ തവക്കുൽ ചെയ്ത് അവൻ പരമകാരുണ്യകനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? അതോടൊപ്പം അല്ലാഹ് പറയാണ്, ഫഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. അല്ലാഹനെ പറ്റി ഒരു കാര്യം നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കണം. അതാണ് നിങ്ങളോട് പറയും. അതെന്താ? വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനം. നബിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. പറയുക പ്രവാചകരെ,
പറയുക പ്രവാചകരെ, ആകാശമുട്ട പാപം ചെയ്ത എന്റെ അടിമകളോട് പറ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് പറ പ്രവാചകരെ, എന്ന് പറ. ഞാൻ അവരെത്ര വലിയ പാപം ചെയ്താലും പൊറുത്തു കൊടുക്കുമെന്നവരോട് പറ. ഒരു സ്വഹാബി മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സന്നിധാനത്ത് വന്നു, തലയുടെ ഭാഗത്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ട് വീഴുകയാണ്. നബി ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്വാമി ഇല്ല നബി, ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ചുള്ള ആശങ്ക, പക്ഷെ റബ്ബിനെ കുറിച്ച് എനിക്ക് നിരാശയൊന്നുമില്ല, പക്ഷെ എന്റെ പാപം എന്റെ മനസ്സിലേക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരം കരയാൻ, എന്റെ കയ്യിൽ പാതയും കുറവാണ്. ഇങ്ങനെ അല്ലാഹനെ ശരിക്കും കൊണ്ട് പടച്ചോനെ കണ്ടുമുട്ടാനുണ്ട് എന്നൊരു ബോധം, അലം യഅലം ബി അന്നല്ലാഹ യറ, എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബ് അറിയുന്നുണ്ട് എന്നൊരു ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത്, പടച്ചോനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ഒരു ചോദ്യം അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അള്ളാഹിനെ അറിയുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഖുർആനിലെ ഈ അടുത്ത് സുനാമി ഒക്കെ ഉണ്ടായപ്പോൾ, അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ അത് വളരെ എളുപ്പമാവും. അള്ളാഹു ചോദിക്കുകയാണ്, സൂറത്ത് അറാഫ്, ഞാൻ എത്രയോ ആയത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ നമ്മൾ ഇരുന്നിങ്ങനെ ഖുർആൻ വായിച്ചാൽ, ഖുർആനൊക്കെ വായിക്കേണ്ടത് നിങ്ങൾ ഒന്നെങ്കിൽ രാവിലെ, ഏറ്റവും രാവിലെ, അല്ലെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന് ഭാര്യയും മക്കളും കുട്ടികളും നാട്ടുകാരും ഒക്കെ ഉറങ്ങുമ്പോ ഒരല്പസമയങ്ങളൊന്ന് ഇരുന്ന് നോക്ക്. സ്ഫോടനമായിരിക്കും അറിവിന്റെ കാര്യത്തിൽ, യാതൊരു സംശയവും വേണ്ട. 3 മണിക്ക് എണീറ്റ് 3:45 വരെ നിസ്കരിച്ചു കഴിഞ്ഞ് അങ്ങ് ഇരുന്ന് നോക്ക്. 5 മണിക്ക് ബാങ്ക് കൊടുക്കണ വരെ അള്ളാന്റെ ഖുർആന്റെ മുമ്പിൽ. അതാ അള്ളാഹ് പറഞ്ഞു തന്നെയാണ്. ഏത് വലക്കദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലെ 4 സ്ഥലത്ത് സൂറത്ത് ഖമറിൽ 17, 22, 32, 40 ഒരേ അധ്യായത്തിൽ സൂറത്ത് ഖമറിൽ അങ്ങനെ ഇരുന്നിട്ട് പഠിച്ചേ. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നോക്ക്, അള്ളാഹ് ചോദിക്കുകയാണ്, എന്ത് വലൗ അന്ന ആമനു അഹ്ലൽ ഖുറ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ലഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അതായത് ആ പട്ടണക്കാർ, ആ ഗ്രാമക്കാർ, ആ നാട്ടുകാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ചൊരിയുമായിരുന്നു. ബറക്കത്ത് ചൊരിയുമായിരുന്നു അല്ലാഹ്, ബറക്കത്ത് ചൊരിയും. പക്ഷെ വലാകിൻ കദ്ദബൂ ലഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരെ കളവാക്കി, അവരെ നിഷേധിച്ചു. അങ്ങനെ നിഷേധം കാരണത്താൽ നാം എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അഫാമിനാഹിൽ ഖുറാ അയജിയും ബസുനാ ബയാതൻ വഹും നായിമൂൻ, അവാമിനാഹിൽ ഖുറാ അയജിയും ബസുനാ ളുഹൻ വഹും യൽഅബൂൻ. നോക്കൂ, എന്നിട്ട് അല്ലാഹു പറയണത്, അഫാമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ആ പട്ടണക്കാർ ഉറങ്ങുക, പടച്ചോന്റെ ശിക്ഷ വരൂല എന്ന് വിചാരിച്ച് ഉറങ്ങുക. അള്ളാഹിനെ കുറിച്ച് അവരങ്ങനെയാ മനസ്സിലാക്കി. ഏത് നിമിഷവും അള്ളാഹിന്റെ ശിക്ഷ വരുന്ന ഒരു വിശ്വാസിക്ക് ഒരു ധാരണ വരണം. അള്ളാഹ് ചോദിക്കുകയാണ്, ളുഹൻ വഹും യൽഅബൂൻ, ളുഹാ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹിന്റെ ശിക്ഷ അവരെ പിടികൂടൂല എന്നാ അവർ വിചാരിക്കുന്നത്. മെറീന ബീച്ചിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന 10 മണിക്കാണ് സുനാമി ഇങ്ങ് പിടിച്ച്. നിങ്ങൾക്കറിയോ, ആ സുനാമി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും അടുത്ത് ഇത്രയേറെ ദുരന്തമുണ്ടായ സ്ഥലം എന്നുള്ളതിലേക്ക് ഞാൻ മെറീന ബീച്ച്, അല്ലെങ്കിൽ മദ്രാസിൽ അവിടുത്തെ ഹൈവേ ഉണ്ടല്ലോ, മെറീന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഹൈവേ, 7 ദിവസത്തിലധികം മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് ആളുകൾ 24 hours വർക്ക് ചെയ്ത്. ഒരു സുനാമി വന്നിട്ട് ആ ഹൈവേന്നും അതിങ്ങനെ വന്ന് തിരമാലയുടെ കൂടെ വന്ന മണൽത്തരികളും എല്ലാം കൊണ്ടൊന്ന് അടിച്ച് തൂഫാനാക്കിയിട്ട് 7 ദിവസം വേണ്ടി ഇവിടെ ശുദ്ധീകരിക്കാൻ. എത്ര 30 സെക്കൻഡിൽ താഴെ വരുന്ന ആ സമയം. മനസ്സിലായോ? വിവേകാനന്ദ പാറയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. എപ്പോ? 2004 സുനാമി, ഡിസംബർ 26 സുനാമിയിൽ. ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഓർത്തുകൊണ്ട് അള്ളൊരു ചോദ്യം, അഫാമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ ശിക്ഷയും അള്ളാന്റെ തന്ത്രവും അതിനെക്കുറിച്ച് ആ നഷ്ടം സംഭവിച്ച ഒരു ജനതയല്ലാതെ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാകും. പടച്ചോനെ കുറിച്ച് ബോധമില്ലാതെ, അള്ളാഹിനെ കുറിച്ച് ബോധമില്ലാതെ, ആ അള്ളാഹിനെ കുറിച്ച് ബോധമാണ് യഥാർത്ഥത്തിൽ ഏതൊരു സന്ദർഭത്തിലും എന്റെ നാഥൻ എന്നെ അറിയുന്നു, എന്നെ കാണുന്നു, എന്നെ മനസ്സിലാക്കുന്നു എന്നത്. കറക്റ്റ് 1 മണിക്കൂർ ഇവിടെ തികഞ്ഞു എന്റെ പ്രസംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്കിന്റെ 2 മിനിറ്റ് ഇരുന്നാൽ അതോടെ സംസാരിക്കണം, നിർബന്ധമാണെങ്കിൽ 2 മിനിറ്റ് കൂടെ പറയാം. ഈ കാര്യത്തിൽ വളരെ പ്രധാനമായി നമ്മുടെ സമൂഹത്തിൽ ശിർക്ക് വ്യാപകമാണ്. എല്ലാ അർത്ഥത്തിലുള്ള ശിർക്ക് വ്യാപകമാണ്.
എല്ലാ അർത്ഥത്തിലും. അതിലേറ്റവും വലിയ ശിർക്ക് വരുന്ന എവിടെയായിരിക്കും അറിയോ? മതസൗഹാർദ്ദം എന്ന ഓമന പേരിട്ട മതലയന സമ്മേളനങ്ങൾ. വലിയൊരു ഇമാം, നല്ലൊരു പള്ളിയിലെ വലിയൊരു ഇമാം നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയി എവിടെ മെഴുതിരി കത്തിക്കുക എന്ന് പറഞ്ഞാൽ, റസൂല് പറഞ്ഞത് ലാ തഖൂമുസ്സാ, അന്ത്യദിനം വരികയില്ല തന്നെ. ലാത്തയും മുസ്സയും ആരാധിക്കപ്പെടാതെ, ബിംബങ്ങൾ ആരാധിക്കപ്പെടാതെ നിലവിളക്ക്. നിങ്ങൾ നോക്ക്, ഞാൻ മണിമല ക്ഷേത്രത്തിൽ പോയി, ഇവിടെ കേസൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. മണിമല ക്ഷേത്രത്തിൽ പോയി നിലവിളക്ക് കൊടുത്താൽ, അപ്പൊ അതിന്റെ മുമ്പ് പ്രസംഗിച്ചൊരു മൊയ്ലിയാരുണ്ടായിരുന്നു അവിടെ. മൊയ്ലിയാർ ഇങ്ങനെ മുന്നോട്ട് പോവുക, ഞാൻ ബേക്കിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കാരണം മൊയ്ലിയാർക്ക് ഇത് അറിയില്ലല്ലോ. ഞാൻ മൊയ്ലിയാരാണ്, മൊയ്ലിയാരിന്റെ കൂടെ തന്നെ നിന്ന് അൽഹംദുലില്ലാ മൂപ്പര് നിലവിളക്ക് കൊടുത്തിന് ഞാൻ അറ്റാക്ക് ഒന്ന് മരിച്ചു കയറുന്നു. ഞാൻ അവിടെ ബേക്കിൽ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പ്രസംഗത്തിന്റെ അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ക്ഷേത്ര കമ്മിറ്റിക്കാരോട്, അതേ ഞാൻ നിലവിളക്ക് കൊടുക്കാതിരുന്നത് ഇത് അഗ്നി ആരാധനയുടെ ഭാഗമായതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ കാണുന്ന ട്യൂബ് ലൈറ്റുകൾ, ഇവിടെ പ്രകാശിക്കുന്ന വലിയ ലൈറ്റുകൾ, ഇതൊക്കെ ഉണ്ടായിട്ടും നിലവിളക്ക് കത്തിച്ച് വെളിച്ചം കാണാനല്ലേലോ, അത് അഗ്നി ആരാധനയുടെ ഭാഗം. ആരെങ്കിലും ഉണ്ടോ സ്വിച്ചിന് ലൈറ്റ് ഇടുമ്പോ സ്വിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്? സാധാരണ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റാണ് ഇത്. ഞാൻ മണിമലയെ പറഞ്ഞിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് ഈ വാചകം. ആരെങ്കിലും ഉണ്ടോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോ ദീപം 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 എന്ന് പറഞ്ഞിട്ട് ചുമരിലെ സ്വിച്ച് കേൾക്കല്? അല്ല, അതൊരു അഗ്നി ആരാധനയുടെ ഭാഗം. KT ജലീലിനെ നമ്മൾ വിമർശിക്കാനുള്ള കാരണം അതാണ്. എന്താ നിലവിളക്ക് കൊളുത്തിയാൽ അത് ഇന്ത്യ രാജ്യത്തൊരു ഐക്യമല്ലേ? അല്ല കുഞ്ഞിമോനെ, അല്ല അല്ല, അത് ബിംബാരാധനയാണ്, അഗ്നി ആരാധനയാണ്, മജൂസികളുടെ ആരാധനയാണ്. ഇസ്ലാമിന് പാടില്ല. ഇവിടെ ഏത് മതക്കാരനും എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ഭാഗമാണ്, അതവരുടെ ഭാഗമാണ്, അതവർക്ക് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന് അവകാശം നൽകിയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ അതല്ല, നമ്മുടെ ഏകദൈവാരാധകരാണ്. നിങ്ങൾക്കറിയാലോ, ഒരു പ്രതിഷ്ഠ നടക്കുന്നിടത്തൂടെ രണ്ടാള് പോയ കഥ, അതിലവിടെ ഒരു ഈച്ചയെങ്കിലും അറക്കണം എന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാറ്. നിങ്ങളുടെ ഏകദൈവ വിശ്വാസികളാണ് ചെയ്യൂല. അല്ല, നിങ്ങളൊരു ചെറിയ ഈച്ചനെ അർത്താൽ മതി. അതിലൊരാളെന്ന് വിചാരിച്ച് ജമാഅത്തെ ഇസ്ലാമി മൈൻഡുള്ള ഒരു ഈച്ചനല്ല അറക്കണത്. ഇപ്പം വലിയ കാര്യമാണ്. വഹാബിളമായി വാശിരിക്കുന്നു വേണ്ട, ജീവനാ തിരിച്ചിട്ടുണ്ട്. മൂപ്പര് ഈച്ചനെ പിടിച്ചർത്ത്, മറ്റേയാളോ ഞാൻ മൻഹജു സലഫിന്റെ ആളാ പിടിച്ചടന്ന്. മൂപ്പര് അർത്ഥില്ല. അപ്പൊ മൂപ്പരെ നാട്ടുകാർ മൂപ്പരെ അർത്ഥം. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാ, നാട്ടുകാരാൽ അറക്കപ്പെട്ടവൻ സ്വർഗത്തിലും ഈച്ചനർത്ഥവും നരകത്തിലും. അപ്പൊ ഈച്ചനർത്ഥം നരകത്ത് പോണോ, നാട്ടുകാരാൽ അറക്കപ്പെട്ട് സ്വർഗത്ത് പോണോ? അതാ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. മനസ്സിലായോ? ഒരു പറയുന്നത് ഈച്ചനർത്ഥം നരകത്ത് പോയാൽ കുഴപ്പമില്ല, നാട്ടില് പിന്നെ ഓണത്തിന്റെ ചോറുന്നണം, വിഷുവിന്റെ ചോറുന്നണം, എന്താ നിങ്ങൾ പറയാത്ത കുത്തുബിയത്തിന്റെ ചോറുന്നണം, എന്താ നിങ്ങൾക്ക് അവിടെ മാത്രമൊരു പ്രശ്നം? നബിദിന്റെ ചോറുന്നണം, മറ്റേനേക്കാൾ ബെറ്റർ അല്ലേ അത്? പക്ഷെ വിശ്വാസമാണ്. അവിടെ മുഹമ്മദ് നബിന്റെ പേരിലായാലും അഹമ്മദിന്റെ പേരിലായാലും അതേ മിർസാ ഗുലാമിന്റെ പേരിലായാലും ആരെ പേരിലായാലും ശിർക്ക് വരുന്നതിനെ ഗൗരവമായ ആലോചിക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണോ? ഇത് പറയാൻ നമ്മളെ ഉണ്ടാവും. കാരണം എന്താ അറിയോ, നേരത്തെ പറഞ്ഞ ഞാൻ ഒറ്റ വാചകം പറഞ്ഞു, കൊണ്ട് വിഷയത്തെ പെട്ടൊന്നുമില്ല, പറയാൻ ആഗ്രഹിച്ചാലും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. മടവൂരികൾക്ക് സംഭവിച്ച ഒരു ദുരന്തം എന്തായിരുന്നു? നമ്മൾ 2 പ്രഗത്ഭമായ സാൽവേഷൻ നടത്തി, ലൈറ്റ് എക്സിബിഷനുകൾ നടത്തി, വലിയ സമ്മേളനങ്ങൾ നടത്തി, ഒരുപാട്, ഞാനൊന്നും എണ്ണുന്നില്ല, അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന. ആ സമയത്തൊക്കെ മടവൂർ വിഭാഗത്തിന് സംഭവിച്ച ദുരന്തം എന്തായിരുന്നു? അവർ ജിന്നും സീറേറ്റ് നമുക്ക് മറുപടി പറയാൻ മാത്രം ഞമ്മക്ക് മറുപടി അറിയാൻ മാത്രം അവര് പോകുന്നു. അവർക്ക് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്താ? നമ്മുടെ നേതാക്കന്മാരിപ്പോ മടപൂരികളെ പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ജിന്നായിട്ടുള്ള കളിയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അതിലൊരു പ്രഗത്ഭ പ്രാസംഗികനും ഒരു പൂർണ്ണമായിട്ട് തൗഹീദിന്റെ ഒരു പ്രഭാഷണം ചെയ്യാൻ എനിക്ക് കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. അത് കാരണം അത് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ അൽഹംദുലില്ലാ അല്ലാഹ് നമ്മളെ ഇൻസൈറ്റിലും അനുഗ്രഹിച്ചു. നമ്മുടെ അവസ്ഥ അറിയാവുന്ന റബ്ബ് നമ്മളെ പല ആളുകളുടെ നാവ് പോലും വ്യതിചലിപ്പിച്ചില്ലേലോ അല്ലാഹ്. കൃത്യമായ റൂട്ടിലാണ് നമ്മളുള്ളത്. ഹക്കും ബാത്തിലും വേർതിരിക്കുക. പിന്നെ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാകാനാണ് സലീം ഖാൻ സംസാരിച്ചത്. ഞാൻ 1-2 വാചകം സംസാരിച്ചത്. നമ്മൾ അതൊന്നും നോക്കരുത്. പരിഹാസങ്ങളോ അപഹാസങ്ങളോ ഒക്കെ വകവെച്ചു. പറ്റുമെങ്കിൽ ഇൻസൈറ്റ് എക്സിബിഷൻ ഇതിന്റെ അഭിപ്രായമാണ്, ഒരു 2-3 ദിവസം കൂടി നീട്ടാൻ പറ്റുമെങ്കിൽ നീട്ടണം എന്നുള്ള അഭിപ്രായക്കാരാണ്. കാരണം ജനങ്ങൾ ഇനിയും ഉണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് പറയേണ്ടത് 2-3 ദിവസം കൂടെ ആയി എന്താ കുഴപ്പം എന്ന്. കരുനാഗപ്പള്ളിയിലൊക്കെ ഉണ്ടായി, അവർ നീട്ടിയെന്നാണ് തോന്നുന്നു. കഴിഞ്ഞതിന് നീട്ടിയിരുന്നു. പ്രാവശ്യത്തിൽ എനിക്ക് അത്ര മെമ്മറി ഇല്ല. എന്തായാലും നീട്ടണം എന്ന് നിങ്ങൾക്ക്
കിട്ടണം. വരാവുന്ന അത്ര ആളുകൾ വരട്ടെ. നമ്മൾ കാരണം ഒരു ബോർഡ് വായിച്ച ഒരാൾ ഹിദായത്തിലായാൽ ഇതെല്ലാം കിട്ടിയില്ലേ, ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയില്ലേ? അലി അലി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമസ്കാരം എവിടെ അലി? അപ്പൊ നബീനോട് പറഞ്ഞു കണ്ണിന് അസുഖമായിട്ട് കിടക്കുകയാണ്, വരാൻ പറയാം. നബിയുടെ ഉമിനീര് തൊട്ടുവെച്ചു. മുഅ്ജിസത്ത് എന്ന നിലയിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കണ്ണിന്റെ അസുഖം മാറി. അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടി കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അലി ഖൈബർ കോട്ടയുടെ പരിസരത്ത് പോയി നിൽക്കണം. അലി അവിടെ ചെന്നിട്ട് നീ അവരോട് അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കണം. എന്നിട്ടും നിഷേധിച്ച് ധിക്കാരപൂർവ്വം അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ മാത്രം അലി നീ കാരണമായ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അലി അതൊരു ചുവന്ന ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ വലുതാണ് അലി. ലോകത്ത് മുഴുവനും അബൂദർ അൽ ഗഫാരി 2 ഗോത്രത്തിൽ തൗഹീദ് പ്രബോധനം നടത്തി. അദ്ദേഹത്തിന്റെ അനുജനും ഉമ്മയും 3 പേരും ഗോത്രങ്ങൾ മുഴുവനും കയറിയിറങ്ങി. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ച് കാലചക്രം തിരിഞ്ഞ് മദീനയുടെ കവാടം കടന്ന് അങ്ങ് ദൂരെ വെള്ളപ്പെട്ടു പോലെ ആ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു വരുമ്പോ ആയുധധാരികളായ സ്വഹാബത്ത് നോക്കി ആകാംക്ഷയോട് കാത്തു നിൽക്കുക. ആരാ വരവ്? യുദ്ധത്തിനാണോ? അപ്പൊ നോക്കുമ്പോ അബൂദർ ഉണ്ട് ഇങ്ങനെ വരുന്നത്. മർഹബാ മർഹബാ യാ അബൂദർ, മർഹബാ. മുത്തുനബിയുടെ വാക്കുകളാണ്. അവർ പ്രവാചകന്റെ അതരം ചലിക്കുകയാണ്, നാവുകൾ ചലിക്കുകയാണ്. മർഹബാ യാ അബൂദർ, അബൂദറേ ആകാശത്തിന്റെ ചുവട്ടിലെ അബൂദറേ, താങ്കൾ നടത്തിയ പോലെ ഒരു ജിഹാദ് ലോകത്താരും നടത്തിയിട്ടില്ല. അബൂദറേ ഏകാഗിയായി ജീവിച്ച് ഏകാഗിയായി വളർന്ന് അങ്ങ് റബദയിൽ ഏകാഗിയായി മരിച്ച് ഏകാഗിയായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചത് പൂർത്തീകരിച്ച് കണ്ട സ്വഹാബത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സലഫികളെ നമുക്കെവിടെ വിശ്രമിക്കാൻ? ഇത് കഴിഞ്ഞ അടുത്തത് മഴക്കാലം വന്നാൽ വീടാന്തരം കയറിയിറങ്ങുക. ഉള്ളും പുറവും നടത്തിരിക്കുന്ന മഴക്കാലം വന്നാൽ വീട്ടിൽ കയറിയിറങ്ങുക. എല്ലാ വീടുകളിലും ദേവാസ്പോടായിരിക്കണം. ആ 6 മാസത്തിലെ ഏറ്റവും വലിയ ദേവത്ത് എല്ലാരും അടച്ചുപൂട്ടി മത്തിയും കപ്പയും തിന്ന് വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് എന്താണ് രാമേട്ട, എന്താണ് ബാലേട്ട എന്ന് ചോദിച്ചങ്ങോട്ട് കയറി ചെല്ലാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹിനോടുള്ള നമ്മുടെ കടപ്പാടില്ലേ, കടമകളില്ലേ, അത് നമ്മൾ പൂർത്തിയാക്കി. അള്ളാഹുവിനെ അറിയുക, റസൂലിനെ അറിയുക, പരലോകത്തെ അറിയുക, മരണാനന്തര ജീവിതം അറിയുക, അവിടെയുള്ള രക്ഷാശിക്ഷകൾ അറിയുക, ഭംഗിയായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് അധികം എടുത്തു. അള്ളാഹു എല്ലാറ്റിനും നമുക്ക് പ്രതിഫലം തരട്ടെ. അള്ളാഹുവേ ഈ സംഘത്തെ എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ഈ സംഘത്തെ ഒരുപാട് മുവഹിദുകൾ മുശ്രിക്കുകളാണെന്ന് ആളുകൾ വിളിച്ചു പറയുമ്പോഴും ഞങ്ങളതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ജീവിത പ്രബോധന പാന്താവിൽ സജീവമായി നിൽക്കുന്ന അള്ളാഹുവേ, എനിക്കറിയാവുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഈ സദസ്സിൽ, ഒരുപാട് ആളുകളുടെയുണ്ട്. അവരുടെ പ്രയത്നമുണ്ട്, പ്രായം ചെന്നവരുടെ പ്രയത്നമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്ത്രീകളുടെ പ്രയത്നമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതിനോടൊന്നും സഹകരിച്ചില്ലെങ്കിൽ പോലും മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥന വെക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. നമ്മൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയുണ്ട്. നമ്മുടെ കൂട്ടായ്മ ഒരിക്കലും തകർന്നു പോകരുത്, നശിക്കരുത്. ഈ ന്യൂനപക്ഷമല്ലാതെ ഈ ഇന്ത്യയിൽ പോലും ദേവത്തെ നടത്താൻ ഇത്ര ശക്തമായ ഒരു പ്രസ്ഥാനം ലോകത്തൊരിടത്തുമില്ലെന്ന തിരിച്ചറിവിൽ നിന്ന് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അല്ലാഹനെ മാത്രം പേടിച്ച് അല്ലാഹുവിലേക്ക് നിരന്തരമായി അടുക്കുകയും പടച്ചവനെ തവക്കുൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ജീവിതത്തെ വീക്ഷിക്കണം. അങ്ങനെ ജീവിതത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ഇതിനെനിക്ക് 2 പ്രാവശ്യങ്ങളുടെ അനുവാദം തന്നതിന് പടച്ചവനോട് നന്ദി പറയുകയും ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുകയും ഇത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.